അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ റിസ്കൻ ഹലാലൻ ത്വയ്യിബൻ ഖുലൂബൻ ഖാശിഅ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലവഡ് സിസ്റ്റേഴ്സ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൈഫ ഹാലുക്കും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവോ? റാഹത്തായിട്ട് നോമ്പൊക്കെ കഴിഞ്ഞ് അല്ലേ? പ്രതീക്ഷിക്കാവുന്നതിലപ്പുറം ഭയങ്കര ചൂട്, ദാഹം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എന്തോ വളരെ എളുപ്പമാക്കി തന്നു അല്ലേ? നോമ്പ് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. കുറേ പ്രായം ചെന്നവർ വരെ നോമ്പ് നോറ്റതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് നാമെല്ലാം ഒരുപാട് അല്ലേ 30 നോമ്പ് നോറ്റു, സ്വതക്ക കൊടുത്തു, സക്കാത്ത് കൊടുത്തു. സക്കാത്തിനും നോമ്പിനും കണക്കുണ്ട് അല്ലേ? പല കാര്യങ്ങൾക്കും നമ്മുടെ കയ്യിൽ കണക്കില്ല. നമ്മൾ എത്ര ദിക്റ് ചെയ്തു നമുക്കറിയില്ല, നമ്മൾ എത്ര ആയത്തോതി നമുക്കറിയില്ല, നമ്മൾ എത്ര സദക്ക കൊടുത്തു നമുക്കറിയില്ല അല്ലേ? അപ്പം അതുപോലെ ഒരുപാട് അമൽ സ്വാലിഹാത്തുകൾ, നോമ്പ്, നമസ്കാരം, സക്കാത്ത്, സ്വതക്ക, ചാരിറ്റി, സോഷ്യൽ വർക്ക്, ക്ലാസ്സുകൾ കേൾക്കലും പ്രതിഫലം തന്നെ, ക്ലാസ് എടുക്കലും. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്തു എന്നല്ലാണ്ട് നമുക്ക് സ്വീകരിച്ചു എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല അല്ലേ? അപ്പം നമ്മൾ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതിന് കൺഫ്യൂസ്ഡാണ്. അതായത് അള്ളാഹുവിൻ്റെ അമല് സ്വാലിഹാത്തുകൾ സ്വീകരിക്കുന്നതിന് കുഫറില്ലാതെ, റിയാ ഇല്ലാണ്ട്, ഉജബില്ലാണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ സ്വീകാര്യത. ഉജബ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ ഞാനിപ്പോൾ ഇന്ന് കുറേ ഓതി, ഞാൻ എന്നെ പ്രാവശ്യത്തെ ലൈലത്തുൽ ഖദ്ർ അടിച്ച് മാറ്റിയത് കാരണം ഞാൻ ഈ 9 ദിവസം ഇരുന്നിക്കണല്ലോ, ഓതിക്കണമല്ലോ, അങ്ങനത്തെ ഒരു എന്താ എന്താ പറയുക അതിന്? ഔജബൻ. അറബിയിൽ അതിന് ഔജബ് എന്നാണ് പറയുക. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്താ ചെയ്തു എന്നുള്ളൊരു കിബിർ, ഒരു അഹങ്കാരം, ആ ഒരു ധ്വനി നമ്മളെ ഒരു പ്രവർത്തനത്തിലും വരാൻ പാടില്ല അല്ലേ? അതാണ് ഇവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ള അറിയാൻ. അഥവാ അമലുകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ ഒരു വകുപ്പില്ല. കാരണം നമ്മൾ ചില സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് ഊഹിക്കാമെന്നല്ലാതെ. എന്നിരുന്നാലും നമ്മൾ വീണ്ടും അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ഇങ്ങനെ എപ്രകാരം, ഏത് ദുആ എന്നൊക്കെ പറയാം. പിന്നെ നമ്മളെ നോമ്പ് നിസ്കാരമൊക്കെ സ്വീകരിച്ചു നമ്മളങ്ങ് കയറി ബാധിക്കുകയാണ്, കയറി പറയുക സ്വീകരിച്ചിട്ടുണ്ടാവും, ഞാൻ നോമ്പ് ഇട്ടിട്ട് അങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ടൊന്നുമില്ല, ആരെ കൊണ്ട് കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇന്ന നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടാവില്ലേ. ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും വല്ല റിപ്ലൈയും കിട്ടിക്കണോ? ഇല്ല. പക്ഷെ എന്നാലും നമ്മളങ്ങ് കയറി അറ്റാക്ക് ചെയ്യുക. അത് കിട്ടി, ഈ നോമ്പൊക്കെ കിട്ടിയത് തന്നെ, ഞാൻ കുറേ കുറേ നിസ്കരിച്ച്, കുറേ ഓതി എന്ന്. പക്ഷേ അതിൽ യാതൊരു കഴമ്പും ഇല്ല അല്ലേ? അത് കിട്ടിയോ കിട്ടിയില്ല എന്നറിയാൻ ഒരു വകുപ്പും ഇല്ല. അത് നാളെ വലത് കയ്യിലോ ഇടത് കയ്യിലോ ഗ്രന്ഥം കിട്ടുക എന്നുള്ളത് നോക്കി ആശ്രയിച്ച് മാത്രം ഇരിക്കും. പിന്നെ യഥാർത്ഥ വിശ്വാസികളുടെ അമലുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അല്ലേ? അതാണ് ഏറ്റവും വലിയ വിഷമം. മുത്തഖീങ്ങളുടെ അമലുകൾ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക. പിന്നെ അതല്ലാത്തവരെ വഖദിംന ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅം മൻസൂറാ. അല്ലാത്തവരെ അമലുകളൊക്കെ എന്താണ്? വെണ്ണീര് പോലെ അള്ളാഹു അങ്ങ് പാറ്റിക്കളയും അല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനെക്കുറിച്ചിട്ടുള്ള ആയത്തുകളൊക്കെ ആയത്തും ഹദീസുകളൊക്കെ റെഫറൻസ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് അങ്ങിങ്ങ് ചിതറി കിടക്കുന്നുണ്ട്. ഖുർആൻ നിറച്ചു അള്ളാഹുവിൻ്റെ റിളുവാനും ഒക്കെ ലഭിക്കാനുള്ള മാർഗങ്ങൾ. അതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് സമഗ്ര പഠനം നടത്തണം. എന്നിട്ട് അതിൽ ടിക്കിട്ട് പോകണം നമ്മൾ ഏതെല്ലാം വിഷയത്തിലാണ് വീക്ക്, ഏതെല്ലാം വിഷയത്തിൽ അള്ളാഹിൻ്റെ തൃപ്തി നമ്മൾ നോക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഖുർആനിൽ അങ്ങിങ്ങ് കിടക്കുന്ന ഹദീസുകളിൽ അവിടെ ഉണ്ട് എന്നല്ലാണ്ട് നമുക്കൊന്നും ശരിക്കും ഒരു ഒതൻറ്റിക് രൂപത്തിൽ, അതൊരു ബുക്കിൻ്റെ രൂപത്തിലൊന്നും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ അന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അത് നോക്കി നമുക്ക് ചെയ്യാം, വിലയിരുത്താം, നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും അമലുകൾ സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ. അതൊക്കെ നോക്കി ചെയ്താൽ പോലും
പിന്നെ നീയത്ത് പ്യുവറായിരിക്കണം. എന്തായാലും നമ്മുടെ നീയത്തിനാണ് പ്രധാനം അല്ലേ. ഒരിക്കൽ പിന്നെ ഹവ്വല റളിയല്ലാഹു പറയുന്നുണ്ട്, ഹവ്വല മുനാഫിക്കായി, ഹവ്വല ഹൈഫാൻ. അപ്പം അബൂബക്കർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, കൈഫ അൻത യാ ഹവ്വല. കാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നീ എങ്ങനെ പിന്നെ ഹവ്വല മുനാഫിക്കായത്. അപ്പം ഹവ്വല പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുമ്പോൾ, ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ എനിക്ക് സ്വർഗം കാണും, നരകം കാണും. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ എൻ്റെ വീട്ടിലെത്തുമ്പോൾ എൻ്റെ മക്കളായിട്ട് അഹലി, എൻ്റെ കൂട്ടുകാരോടൊപ്പം എൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എനിക്ക് തഖ്വ കുറഞ്ഞു പോകുന്നു അല്ലേ. അപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് നമുക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലും നിസ്കാരത്തിലും ഒക്കെ തഖ്വ കുറവാണ്. ഹല്ലലൊക്കെ ഒന്നും ഇല്ലെങ്കിൽ അതുണ്ട് അല്ലേ. നമ്മളെ വിഷയത്തിൽ വളരെ വീക്കാണ്. ഇങ്ങനെയാണ് ആ നിസ്കാരം ഒന്ന് നന്നാക്കി കൊണ്ടുവരാമെന്നുള്ള വിഷയത്തിലാണ് എപ്പോഴും ബേജാറ്. ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും അല്ലേ. അപ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് ഹവ്വല പറയാം, എൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങുമ്പോൾ എൻ്റെ പിന്നെ എന്താ തഖ്വ കുറഞ്ഞു പോകുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഹവ്വല മുനാഫിക്കായി എന്ന് പറയുന്നത് അല്ലേ. അൽ മുനാഫിഖു ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിക്കിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടാണ്. നമ്മളെപ്പോഴും മുനാഫിക്കിനെ തൊട്ട്, കാഫിറിനെക്കാളും ഭയപ്പെടേണ്ടത് മുനാഫിക്കാണ്. അപ്പോൾ ഈ നോമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ സൽക്കർമ്മങ്ങൾ, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തോ, പാവങ്ങളെ സഹായിച്ചു. അല്ലാഹു സുബ്ഹാനഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സ്വഹാബി ചോദിക്കുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട പിന്നെ കർമ്മം ഏതാണെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുക അല്ലേ. പക്ഷെ നരകത്തിലെത്തിയവർ എന്താ പറയുക, വലം നക്കൂൻ മുസല്ലി, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ലേ. വലാ യഹാലൂന അലാ ത്വആമിൽ മിസ്കിൻ, ഞങ്ങൾ സാധുക്കളുടെ പാവങ്ങളുടെ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ പ്രോത്സാഹനം കാട്ടിയിരുന്നില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മൾ തന്നെ കൊടുക്കണമെന്നില്ല അല്ലേ. ഒരുപാട് ഗ്രൂപ്പും ചാരിറ്റിയും വർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും കയ്യിലേൽപ്പിച്ച് ഏതെങ്കിലും പാവങ്ങളിലേക്കൊക്കെ ഫുഡ് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വെറും നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ ഒന്നും ആരും തന്നെ സ്വർഗത്തിൽ പോവില്ല. ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും. അപ്പം നമ്മൾ അത്തരം വിഷയങ്ങളിൽ നോമ്പ് കഴിഞ്ഞല്ലോ, ഇനി എന്തിന് സ്വതക്ക, ഇനി എന്തിന് ചാരിറ്റി എന്നൊന്നും വിചാരിക്കരുത്. എന്ത് വിഷയം കേട്ടാലും നമ്മൾ കഴിയുന്നത്ര പിന്നെ സ്വതക്ക ചെയ്യാനും അതിനൊക്കെ കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും, ഇനി അറിയുന്നിടത്തിലാണെങ്കിൽ, ഒന്നും അറിയാത്തിടത്തിലാണെങ്കിൽ ആളെ വിട്ട് അന്വേഷിപ്പിക്കാനും, അറിയുന്നിടത്തിലാണെങ്കിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം തന്നെ നമുക്കറിയാലോ, ഈ ഗ്രൂപ്പിലുള്ള നമ്മളെ ഫലസ്തീൻ്റെ വിഷയം വന്നപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് റമദാനായിട്ട് നമുക്ക് പിരിഞ്ഞ് കിട്ടിയ ക്യാഷ് കൊണ്ട് നമ്മൾ ആ ഡോക്ടറെ ഏൽപ്പിച്ചു. അദ്ദേഹം അത് ഫുഡായിട്ടൊക്കെ അവർക്ക് എത്തിച്ചു കൊടുത്തു. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. അതിൽ ഭാഗവാക്കായ ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഭയങ്കര പ്രതിഫലം ഉണ്ട്. അവർ പാവങ്ങളെന്നും പറഞ്ഞുകൂടല്ലേ, പീഡിപ്പിക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെട്ട ജനതയാണ് അവരിൽ. നമ്മളെ ദിവസവും പിന്നെ ഇന്ന ഫിഹൽക്കി സമാവത്തിൻ്റെ ആയത്തിൽ 196 ആയത്തിൽ പറയുന്നുണ്ട്. അത് ഒരായത്ത് അതാണ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെട്ടവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന ആയത്താണത്. അപ്പോൾ അത്തരക്കാർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അങ്ങനെയൊക്കെ ഒരുപാട് ചാരിറ്റി കർമ്മങ്ങൾ നോമ്പ് കഴിഞ്ഞെന്ന് വെച്ചിട്ട് ഒരു കർമ്മം നമുക്ക് നിർത്തി വെച്ചൂടാ. നിസ്കാരം നിർത്തിയേക്കാവോ? ഇല്ല, ഫർള് എന്തായാലും പാടില്ല. പിന്നെ നോമ്പ് അതിനെ തുടർന്ന് 6 നോമ്പ് വന്ന്, പിന്നെ ഇനിയിപ്പോൾ പിന്നെ അയ്യാമുൽ ബീള് വരും, എല്ലാ തിങ്കളും വ്യാഴവും വരും. പിന്നെ അതല്ലാണ്ട് ദിക്റ്, ദുആ, നമസ്കാരം, രാത്രി നമസ്കാരം, ഇനിയിപ്പോൾ ഖിയാമുൽ നിർത്തി വെക്കാമെന്ന് വിചാരിക്കാൻ പറ്റുമോ? ഒരു വിശ്വാസിക്ക് ഒരു രാത്രി പോലും തഹജ്ജുദ് നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കാനേ പറ്റൂല അല്ലേ. അങ്ങനെ അത് ശീലമായ ഒരു രാത്രി എന്തായാലും തീർച്ചയായിട്ടും എഴുന്നേറ്റിരിക്കും. 1-2 ദിവസം അഥവാ എപ്പോഴെങ്കിലും വല്ലപ്പോഴും എഴുന്നേൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് അല്ലേ. എണീക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതാ സങ്കടം വരും. അതാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൻ്റെ അവസ്ഥ. അപ്പോൾ നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? വാട്ട് വി ഡു. ആർക്കെങ്കിലും ഒരു നന്മ ചെയ്താൽ അപ്പം തന്നെ നമ്മളെ കൂടെ പിശാച് കൂടൂലേ. അതെങ്ങനെങ്കിലും ആരോടെങ്കിലും ഒന്ന് പറയിപ്പിച്ചല്ലാണ്ട് ഇനി വാശി പിടിക്കണം. നമുക്ക് നമ്മുടേതായ സ്വകാര്യ സ്വതക്കകൾ, സ്വകാര്യ നന്മകൾ നമ്മൾ ബാക്കി വെക്കണം. ആരോടും പറയാൻ അതിന് ഭയങ്കര ഞാൻ എന്ത് ചെയ്താലും നമ്മളെ കൊണ്ട് പറയിപ്പിക്കാനുള്ളൊരു ടെൻഡൻസി, ഒരു ത്വര ഉണ്ടാവില്ലേ ഇബ്ലീസിൻ്റെ ഭാഗത്തു നിന്ന്. അപ്പം അതിനെ നമ്മൾ എന്തായാലും അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കണം. പറയൂല. ചില സൽക്കർമ്മങ്ങൾ നമ്മൾ സ്വകാര്യമായിട്ട് മൂടി വെക്കണം അല്ലേ. നമുക്കറിയാം അബൂബക്കർ റളിയല്ലാഹു അൻഹു
പിന്നെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഓടിപ്പോയി ഒരു വൃദ്ധൻ്റെ വീട്ടിൽ പോയി അവർക്ക് വെള്ളം കോരിക്കൊടുത്ത് അവരെ തുണികൾ അലക്കി അടിച്ച് വാരിയൊക്കെ ആരാണ് അമീറുൽ മോമിനീൻ, ഭയങ്കര കോടീശ്വരല്ലേ, മക്കയിൽ അറിയപ്പെട്ട വലിയ തറവാട്ടുകാരൻ, നബീൻ്റെ മകളെ അല്ല നബീൻ്റെ അമ്മോഷൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മോഷൻ, എന്നിട്ട് പോലും നാളെ പരലോകത്തേക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്, അതും ആരും അറിയാതെ. അതുപോലെ ചില സ്വകാര്യ ദാനധർമ്മങ്ങൾ, സ്വതക്കകൾ, ചാരിറ്റികൾ നമ്മുടെ കീശയിൽ ആരും അറിയാണ്ട് അവശേഷിക്കുന്നതുണ്ടായിരിക്കണം അല്ലേ. ഒരിക്കലും പറയാൻ ശ്രമിക്കരുത്, പറയുകയും ചെയ്യരുത്. നമുക്ക് പറയാനുള്ള ടെൻഡൻസി ഇബ്ലീസിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവൻ അറാദൽ ആഹിറത്ത അല്ലെ, ആരെങ്കിലും ആഹിറം ഉദ്ദേശിച്ചാണ് അല്ലെ വിശ്വാസിയായിക്കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ, വസഹാലഹ സായഹ എന്തെങ്കിലും ഒരു പരിശ്രമം നടത്തി കഴിഞ്ഞാൽ, വഹുവ മോമിനും അത് വിശ്വാസിയായിക്കൊണ്ട്, അപ്പോൾ ഉലായിക്ക കാന സായിഹും മഷ്കൂറാ, അള്ളാഹു അവൻ്റെ കർമ്മങ്ങൾ പ്രതിഫലാർഹമായ പരിശ്രമം പ്രതിഫലാർഹമായ രീതിയിൽ അള്ളാഹു സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളുടെ എല്ലാം ഉദ്ദേശം പരലോകം മാത്രമായിരിക്കണം അല്ലേ. ഞാൻ എല്ലാ ദിവസവും ത്രാബിയക്ക് പോകുന്നതാണ്, ഇന്ന് പോയിട്ടില്ലെങ്കിൽ ഓലെന്ത് വിചാരിക്കും, ഓലെന്ത് ഇതാക്കും, അല്ലെങ്കിൽ നമ്മളൊക്കെ ത്രാബിയക്ക് പോകാൻ ഞാൻ MGM-ൻ്റെ പ്രസിഡൻ്റ് അല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോസ്റ്റിലുള്ളതല്ലേ, പോകാൻ ആളെന്ത് വിചാരിക്കും, അതുപോലത്തെ ഒരു ഇൻറ്റൻഷൻ ആയിരിക്കേ ചെയ്യരുതില്ലേ. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട്, അള്ളാഹിൻ്റെ പ്രതിഫലം നേടാൻ വേണ്ടി അല്ലേ, മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്ത് കിട്ടാൻ വേണ്ടി ആ ഒരു ഉദ്ദേശം മാത്രമായിരിക്കണം ഈ തറാവിയൊക്കെ പോകുമ്പോൾ മറ്റെല്ലാ കർമ്മങ്ങളും നടക്കുമ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ റമദാൻ കൊണ്ട് നമ്മളൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബേ. അതിലൊന്നു പോലും പാഴായി പോകാതെ എല്ലാം അതിന് റമദാനിൻ്റെ പ്രതിഫലത്തോടു കൂടി നമ്മുടെ മീസാനിൽ കനന്തൂന്ന അമൽ സ്വാലിഹാത്തായി മാറിത്തീരട്ടെ. ആമീൻ. അബൂ ത്വാലിബ്, അതായത് സക്കറാത്തിൽ മൗത്തിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മീ കുലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അളാപ്പ, അമ്മി എന്ന് പറഞ്ഞാൽ അളാപ്പ, എൻ്റെ ഉള്ള അളാപ്പ ഒന്ന് ദയവ് ചെയ്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പം തന്നെ അള്ളാഹിൻ്റെ ആയത്ത് മൻ കാല ആഹിറി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ആ ഒരു ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പിന്നെ മൂത്താപ്പനോട് പറയുന്നില്ലേ, ഈ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ല്. അപ്പം തന്നെ അള്ളാഹ്ക്ക് അത് ഇഷ്ടമായിട്ടില്ല. സൂറത്തുൽ ഖസസിലെ 56 ആയ നമ്പർ 56 പറയുന്നുണ്ട്, ഇന്നക ലാ തഹ്ദീ മൻ അഹബ്ബത, പ്രവാചകരെ താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല പ്രവാചകരെ. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ മാത്രമേ അള്ളാഹു സ്വർഗത്തിലാക്കൂലേ. അല്ലാണ്ട് നബിൻ്റെ മൂത്താപ്പാണ് ഉമ്മാണ് എന്നൊന്നും പറഞ്ഞിട്ട് അവിടെ യാതൊരു. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, മോളെ ഒരു കാരക്കച്ചിയും തന്നെങ്കിലും കൊടുത്തിട്ട് നീ സ്വർഗം കരസ്ഥമാക്കുമെന്ന്. അതായത് അപ്പം നമുക്കൊന്നും അവിടെ ഒരു റെക്കമെൻഡേഷൻ പവർ വെച്ചിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണെന്ന് വിചാരിച്ചിട്ടോ ബദരീങ്ങളോട് ദുആ ചെയ്തിട്ടോ ഒന്നും അവിടെ കയറാൻ പറ്റുമെന്നുള്ള ഒരു മോഹം ആർക്കും വേണ്ട അല്ലേ. അള്ളാഹുക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് മതിലേ, ഒരു കാരക്കച്ചീൻ തന്നെങ്കിലും കൊടുത്തിട്ട് നീ സ്വർഗം കരസ്ഥമാക്കണം മോളെ എന്നാണ് പറയുന്നത്. പിന്നെ വഹുവ ആലമു ബിൽ മുഹത്തദീൻ, അള്ളാഹു അവനെക്കുറിച്ച് അറിയുന്ന, അതായത് അബൂ ത്വാലിബിനെ കുറിച്ചിട്ട് അള്ളാഹു നന്നായിട്ട് അറിയുന്നതാണ്. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നിനക്ക് നിൻ്റെ മൂത്താപ്പയായിരിക്കാം ഭയങ്കര ഇഷ്ടമുണ്ടായിരിക്കാം, നിനക്ക് ഒരുപാട് ഉപകാരവും ചെയ്തിരിക്കാം, പക്ഷേ നീ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് സ്വർഗത്തിലാക്കാൻ പറ്റില്ല അല്ലേ. പല സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരെ നിസ്കാരത്തിൽ മടി, നോമ്പടിക്കാൻ മടി, അല്ലെങ്കിൽ നിസ്കാരവും നോമ്പുണ്ട് വേറെ ഒരു കർമ്മങ്ങളും ചെയ്യുന്നില്ല, നമ്മൾ നിസ്കരിക്കുമ്പോൾ അവർ ചീത്ത പറയുന്നു, അങ്ങനെ തഹജ്ജുദിന് എണീക്കാൻ പറയും, അങ്ങനെയൊക്കെ ഓരോ പരാതികളായിട്ട് വരും അല്ലേ. അപ്പോൾ വരുന്നവർക്ക് അവരെ നമ്മുടെ കൂടെ നമ്മളെ ഭർത്താവിനെയും കൊണ്ടുപോകണം, ഇദ്ദേഹവും നമസ്കരിക്കണം എന്നുള്ള ഒരു ഇൻറ്റൻഷനാണ്. പക്ഷേ എന്താക്കാം അല്ലേ. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ മാത്രമേ അള്ളാഹു സന്മാർഗത്തിലാക്കൂ എന്നുള്ള ഒരു ആയത്തിൻ്റെ പിൻബലത്തിലാണ് അവരൊക്കെ അങ്ങനെ. ചില മക്കളൊക്കെ BJP-യിൽ വരെ ചേർന്ന് ഇസ്ലാമിൽ നിന്ന് BJP സംഘടനയിൽ പോയ ആളുകൾ വരെ ഉണ്ട് അല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ. നമ്മളെ മക്കളൊക്കെ സ്വാലിഹായ മക്കളായും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിന്തുടർന്ന് ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹായ സന്താന പരമ്പരയാകട്ടെ റബ്ബേ, ഖിയാമത്ത് നാൾ വരെ നമ്മിൽ നിന്ന് വരുന്നത്.
പിന്നെ ഷിർക്ക് ചെയ്തവൻ ബന്ധുവായാൽ പോലും അവന് ദുആ ചെയ്യരുതെന്നാണ് പറയുന്നത്. വലൗ കാനു ഉലിൽ ഖുർബ, അവൻ എത്ര അടുത്ത ബന്ധുവായാൽ പോലും അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടരുത്. സഫീന ഒന്ന് മ്യൂട്ടാക്കണേ. സഫീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹാബത്ത് ഒരിക്കൽ മദീനയിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ആമിന റളിയല്ലാഹു നബിയുടെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചെല്ലാൻ പോയപ്പോൾ അള്ളാഹു അനുമതി നൽകില്ല. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര സങ്കടത്തോടു കൂടി കരയുക. സ്വന്തം ഉമ്മക്ക് പറ്റിയിട്ടില്ലേ പിന്നെ ആർക്കാ പറ്റല്ലേ? പക്ഷേ സ്വഹാബത്തിനൊക്കെ പറ്റും. കാരണം ഉമ്മ ചിലപ്പോൾ വിശ്വാസിയായിട്ടായിരിക്കില്ല മരിച്ചു പോയിട്ടുണ്ടാകുക, അതുകൊണ്ടായിരിക്കുക. അപ്പം നബി കരഞ്ഞു, സഹാബത്തും കരഞ്ഞു എന്നാണ് പറയുന്നത്. അത്രക്കുള്ള ഒരവസ്ഥ ആണല്ലേ. അപ്പം ആലോചിക്കണം വിശ്വാസത്തിൻ്റെ ഒരു ബലം എന്നറിയുന്നത്. അപ്പോൾ ഇത് കൂടി നിന്നവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ് കേട്ടിട്ട് ബാക്കി എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗലഹു, അവിടെ ചുറ്റുപാടുള്ളവരും കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും നിയ്യത്ത് പ്യുവറായിരിക്കണം. നമ്മൾ അമലു സ്വാലിഹാത്തുകൾ സ്വീകരിക്കണമെന്നുള്ള ഒരു മനസ്സിനൊരു ബേജാറ്, വിഷമം പഠിച്ചു. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതങ്ങാ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകും എന്നുള്ളൊരു വിഷമം എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. അതല്ല ഞാൻ കുറേ 30 നോമ്പ് പിടിച്ച് കുറേ പൈസയും കൊടുത്തിക്കണ്, കുറേ ദിക്റും എടുത്തിക്കണ്, കുറേ ദുആ ചെയ്തിക്കണ്, എൻ്റെതല്ലാണ്ട് വേറെ ആര് സ്വീകരിക്കാൻ? അങ്ങനത്തെ ഒരു മനോഗതി നമുക്ക് ഒരിക്കലും പാടില്ല അല്ലേ. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ റസൂലെ യുദ്ധത്തിൽ ഖൈബർ യുദ്ധത്തിൽ പോകുമ്പോൾ ഖൈബർ യുദ്ധത്തിൻ്റെ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിൽ കിട്ടിയ ഖനീമത്ത് സ്വത്തുകളൊക്കെ വിഹിതം വെക്കുവാനായിട്ട് എല്ലാവരെയും വിളിച്ചു. അപ്പം ഗനീമത്ത് സ്വത്തുകൾ അവിടെ യുദ്ധത്തിൽ പങ്കെടുത്തവർക്കല്ലേ. അപ്പം അയാൾ പറയാം, ഞാൻ ഇതൊന്നും കിട്ടാൻ വേണ്ടിയല്ല നബിയെ യുദ്ധത്തിൽ പങ്കെടുത്തത്, ഷഹീദാവാനാണ്. യുദ്ധത്തിൽ ഷഹീദാകുന്ന ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത്. അപ്പോൾ അതും കഴിഞ്ഞ് രണ്ടാമത്തെ സെഷൻ വീണ്ടും യുദ്ധം നടക്കുക. ആ യുദ്ധത്തിൽ ഇതുപോലെ വമ്പിച്ച വിജയമായിരുന്നു, ആരും മരിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും മരിച്ചോ? അപ്പോൾ അവിടെ കൂടുന്നവർ പറഞ്ഞില്ല, വാഹിദ് ഒറ്റ ഒരാൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഭാഗത്തേക്ക് കഴിച്ചുകൂടി അയാളെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത് ഇന്നലെ തർക്കിച്ച അറാബിയല്ലേ? കാരണം ആ മനുഷ്യന് സ്വത്തും സമ്പാദ്യത്തിനും വേണ്ടി ഒന്നുമല്ല വന്നത്, ഷഹീദായിട്ട് സ്വർഗത്ത് പോകണം, അതായിരുന്നു അയാളുടെ ഉദ്ദേശം. അത് ഇത്രയും ആളുകൾ പങ്കെടുത്ത യുദ്ധത്തിൽ അയാൾ മാത്രം മരിക്കുകയും ചെയ്തില്ലേ. അപ്പോൾ സഹാബത്തിനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, അത് ഇന്നലെ തർക്കിച്ച സഹാബിയാണല്ലേ? അപ്പോൾ യാ റസൂലുള്ള, അതേ നബിയെ, അത് അദ്ദേഹമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജുബ്ബ ഊരിയിട്ട് കഫം പൊതിഞ്ഞു എന്നാണ് പറയുന്നത്. പിന്നെ കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പാട് കൊണ്ടുപോയി കിടത്തുകയല്ലേ. അപ്പോൾ അത്രയ്ക്ക് നിയത്ത് പ്യുവറാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. എന്ത് ചെയ്യുമ്പോഴും അല്ലേ, അത് നമുക്ക് അവർ തന്നത് കൊണ്ട് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ അവർ തന്നത് തരാത്തവർക്ക് നമ്മൾ കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇത് നമ്മൾ അങ്ങനെ കൊടുത്തിട്ട് അവർ മടക്കി തന്നില്ല, അങ്ങനത്തെ ഒരു ഉദ്ദേശം നമ്മുടെ പ്രവർത്തനത്തിൽ ഈ പറയുന്ന നമ്മളും ഒരുപാട് ഇനിയും മാറണം അല്ലേ. എത്ര മാറിയാലും നമ്മളിലൊക്കെ ജാഹിലിയത്തിൻ്റെ അംശം നമ്മൾ ഹൃദയത്തിലൊക്കെ അവിടെ ഇവിടെ അടിഞ്ഞു കിടക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ ശുഹദാവാൻ ആഗ്രഹിക്കണം അല്ലേ. ശുഹദാക്കളുടെ മരണം, ശുഹദാക്കളുടെ സ്വർഗം എന്നൊക്കെ പറയുന്നത് അതൊന്നും വേറെ ലെവലാണ്. അതിനെക്കുറിച്ചിട്ടൊരു ഫുൾ ക്ലാസ് തന്നെ എടുക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം ഷഹീദാണെന്ന് ഡിക്ലെയർ ചെയ്ത്. കാരണം അതിൻ്റെ പ്രതിഫലം അയാൾക്ക് കിട്ടിക്കഴിഞ്ഞില്ലേ. അള്ളാഹു യൻളുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഓരോരുത്തരുടെയും അമല സ്വാലിഹാത്തിൽ ഇത്തിബാ റസൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചര്യ പിന്തുടരുന്നുണ്ടോ എന്നുള്ള വിഷയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശ, ആരാണോ അള്ളാഹുവിനെ
ഈ ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ സത്യവിശ്വാസികളായ ആളുകൾക്ക്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടും കൊണ്ട് രാത്രി കാലങ്ങളിൽ നമസ്കരിക്കുകയും കൂടുതൽ ദുആകളൊക്കെ ചൊല്ലി, ഇപ്പോഴൊക്കെ ഒരുപാട് ദുആകളെ ബുക്കുകളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഒരുപാട് വെറൈറ്റി ഓഫ് ദുആസ് നമുക്ക് ചെല്ലാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ടല്ലേ. ഫോണിൽ നോക്കിയിട്ടോ ടാബിൽ നോക്കിയിട്ടോ ബുക്കിൽ നോക്കിയിട്ടോ അല്ലേ ഒരുപാട് ചെല്ലുന്നുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ ഖുശൂ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഹജ്ജ് ഉംറകൾ എത്ര ആളുകളാണോ ഈ പ്രാവശ്യം നമ്മുടെ തന്നെ ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് റമദാനിലെ ഉംറ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് നിർവഹിക്കുന്നതിന് സമാണെന്നാണ് പറയുന്നത് അല്ലേ. അതുപോലത്തെ ഉംറ നിർവഹിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇതിലൊക്കെ പോയിട്ടുണ്ട്. ആ തിരിച്ചു വരവ് റജാക യൗമിൻ വലദത്തു ഉമ്മുഹു, അതായത് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനോളം പരിശുദ്ധമായ നിലയിലാവണം നമ്മൾ മടങ്ങിപ്പോരുന്നില്ലേ. അത് നമ്മൾ ആവർത്തിച്ച് അവിടെ നിന്ന് ചോദിക്കുകയും വേണം അല്ലേ, പാപമോചനത്തിന് വേണ്ടി ഒരുപാട് തേടണം. അതല്ലാണ്ട് നമ്മൾ ധാരാളമായിട്ട് ഖുർആൻ പാരായണം, ഇപ്പം നമ്മൾ അമലുകൾ സ്വീകരിച്ചോ എന്നറിയുന്ന വിഷയത്തിൽ നമ്മൾ റമദാൻ കഴിഞ്ഞൊരു നോമ്പ് നിർത്തിയോ? ഇല്ല. സുന്നത്ത് നോമ്പ് പിടിക്കുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ കടന്നോമ്പ് പിടിക്കുന്നുണ്ടാവും പലരും. കടം കഴിഞ്ഞിട്ടല്ല സുന്നത്തെടുക്കാൻ പറ്റുള്ളൂ. ദിക്റുകൾ നിർത്തിയില്ല. ഒഴിവ് സമയങ്ങളിലും അല്ലാത്തപ്പോഴും ഒക്കെ ഓടിയോട്ടിട്ടൊക്കെ നമുക്ക് ഒരുപാട് ദിക്റുകൾ കേൾക്കാം. പിന്നെ ഖുർആൻ പാരായണം, അതിലും നമ്മൾ അത് അല്പമൊക്കെ കുറവ് വന്നിട്ടുണ്ടാവില്ലേ. അത് റമദാനിൽ ഓതും പോലെ നമുക്ക് ഈ സമയത്ത് ഓതാൻ പറ്റൂലല്ലോ. പല തിരക്കുകളും ഉണ്ടാവും. എന്നാലും പരിപൂർണമായിട്ട് നിർത്തി വെക്കുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ക്ലാസ്സുകളും ഉണ്ടല്ലേ. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ഖുർആൻ ക്ലാസ്സുകളും ഹിഫ്ള് ക്ലാസ്സുകളും തജ്വീദ് ക്ലാസ്സുകളും നമുക്കെല്ലാം തിരിഞ്ഞു മറിഞ്ഞ് ഖുർആൻ, തിരിഞ്ഞു മറിഞ്ഞ് ഫോൺ, തിരിഞ്ഞു മറിഞ്ഞ് ദിക്ർ അല്ലേ. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. അങ്ങനത്തെ പക്ഷേ ഇതിൻ്റെ സ്വീകാര്യതയുടെ വിഷയത്തിലാണ് നമ്മൾ ഒരുപാട് ബേജാറാകുന്നത്. പിന്നെ റമദാനിലാണെങ്കിൽ ധാരാളമായിട്ട് പള്ളിപ്പിരിവുകൾ, ഓരോ ഭക്തിയിലും പള്ളി ചെല്ലുമ്പോൾ പല ആവശ്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാ പിരിവുകാരെ പാട്ടുകളും നമ്മളെ മുമ്പിലേക്ക് വരും. എന്തായാലും എന്തെങ്കിലുമൊക്കെ വല്ലതും കൊടുത്തു പോകും. അതും കൊടുക്കുന്നതിനുള്ള പ്രതിഫലത്തിനാണെങ്കിൽ ഒരു കണക്കുമില്ല. 70 ആണോ 700 ആണോ 7000 ആണോ അതിൻ്റെ 70,000 ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ അല്ലേ. നമ്മളെ ഇൻറ്റൻഷൻ അനുസരിച്ചിട്ട് നമുക്ക് പ്രതിഫലം കൂടി കിട്ടും. പിന്നെ ലൈലത്തുൽ ഖദറിന് ആ രാത്രികളിലല്ലേ നമ്മുടെ അമലുകൾ സ്വീകരിക്കണേ. നമ്മൾ ഒരുപാട് ദുആ ചെയ്തു. നമ്മളെ അമലുകളും നമ്മോടൊപ്പം ഒരുപാട് ഖിയാമുൽ നമസ്കരിച്ചവരുടെ അമലുകളും, അതുമല്ല ഈ വീട്ടിലിരുന്ന് അതൊന്നും പങ്കെടുക്കാൻ പറ്റാണ്ട് വളരെ വിഷമത്തോട് കൂട്ടി വീട്ടിലിരുന്ന് ലൈലത്തുൽ ഖദർ വെയിറ്റ് ചെയ്യുന്നവരുടെ അമലുകൾ മാത്രമോ അത്രയും ദുആ ചെയ്താൽ മതി, പോരാ. എല്ലാ വർഷവും ഞാൻ മരിക്കുന്നത് വരെ റബ്ബേ നീ എന്നെ ലൈലത്തുൽ ഖദറിൻ്റെ ആ പുണ്യരേഖയിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിച്ചതാണല്ലേ. എൻ്റെ പേരും ആ മലക്കുകൾ എഴുതുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകണേ. പക്ഷെ ആർക്കെങ്കിലും അതിൽ എഴുതി എന്ന് ഉറപ്പ് വരുത്താൻ പറ്റില്ല. ആർക്കും പറ്റൂല അല്ലേ. ഇപ്പം ഒരിക്കലും സ്വഹാബത്തിനോടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗ്ഗത്തിൽ അള്ളാൻ്റെ കാരുണ്യം കൊണ്ടല്ലാണ്ട് സ്വർഗ്ഗത്തിൽ പോകൂല എന്ന് പറയുമ്പം സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലെ താങ്കളോ എന്ന്. അപ്പം നബി പറയുന്നുണ്ട്, ഞാനും ഇല്ല റഹിമഹുല്ലാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടല്ലാണ്ട് എനിക്കും സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല അല്ലേ. അപ്പോൾ ഞാനിപ്പം നല്ല ഉഷാറാണ്. ഞാനിപ്രാവശ്യം നല്ലോണം അമലുകളൊക്കെ ചെയ്തിട്ടുണ്ട്, ഫുള്ള് നിന്ന് നമസ്കരിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വീമ്പെളുക്കാനോ കുളൂസ് എടുക്കാനുള്ള ഒരു വകുപ്പും ആർക്കും ഇല്ല അല്ലേ. അള്ളാൻ്റെ കോടതിയിൽ എൻ്റെ ഹലറത്തിൽ ഇതൊക്കെ സ്വീകാര്യമാണോ എന്ന് വിചാരിച്ച് എപ്പോഴും ഹൃദയം ഇങ്ങനെ എന്താ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമ് നിൽക്കാൻ പറയുമ്പോൾ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉപ്പനെ ഇമാമ് നിൽക്കരുത്, എപ്പോൾ നിങ്ങളത്തേക്ക് അറിയാൻ നിൽക്കുമെന്ന് അറിയും അല്ലേ. അതുപോലെ നമ്മളെ ഹൃദയത്തിൽ ഇങ്ങനെ എപ്പോഴും ഒരു ബേജാറ്, വെള്ളം തിളയ്ക്കുന്ന പോലത്തെ ആയിരിക്കണം ഹൃദയത്തിൽ. അതല്ലാണ്ട് അത് സ്വീകരിക്കാണ്ട് ഞാനൊക്കെ ചെയ്താലല്ലാണ്ട് പിന്നെ വേറെ ആര് ചെയ്താലും അള്ളാഹു സ്വീകരിക്കുക, ഒരു ധൈര്യം, ഒരു കിബിറ് നമ്മളെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാവരുത്. ഇങ്ങനെ ബേജാറും ഭയവിഹ്വലതയായിരിക്കണം അല്ലേ. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വഅഖാമു സ്വലാത്ത വആതു സകാത്ത ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫും
അലൈഹിം വലാഹും യഹ്സനൂൻ അല്ലേ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം വലാ ഹൗഫും അലൈഹിം വലാഹും യഹ്സ, അവർ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിൽ എന്തായ ഒരു ധൈര്യത്തിൽ നമുക്ക് ഇരിക്കാവോ, എൻ്റെതൊക്കെ സ്വീകരിച്ച് ഇനിയിപ്പോൾ അടുത്ത കൊല്ലത്തേക്ക് ഞാനൊന്നും ചെയ്യണ്ട എന്ന രീതിയിൽ ഇരിക്കാവോ? പാടില്ല. എപ്പോഴും നമ്മുടെ ഹൃദയം ഇങ്ങനെ ഇങ്ങനെ തിളക്കുന്ന വെള്ളം പോലെ എപ്പോഴായി ഒരു ബേജാറിലായിരിക്കണം അല്ലേ. പിന്നെ വേറെ സൂറത്തുൽ ബഖറയിൽ 112 മൻ അസ്ലമ വജഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ വലഹു ഫലഹു അജ്റുഹു ഇൻദ റബ്ബി, അതായത് ആരെങ്കിലും ഒരാൾ സൽക്കർമ്മകാരികളായിക്കൊണ്ട് അള്ളാഹുലേക്ക് സമർപ്പണം ചെയ്യുകയാണെങ്കിൽ വലാ ഖൗഫും അലൈഹിം വലാഹും യഹ്സനൂൻ, അവനൊന്നും പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല അല്ലേ. ഒരുപാട് സ്ഥലത്ത് ഹൗഫിനെ കുറിച്ചിട്ടും ഹസനിനെ കുറിച്ചിട്ടും പറയുന്നുണ്ടല്ലേ. അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ചെയ്തിട്ടുള്ള എല്ലാ അമലു സ്വാലിഹാത്തുകളും അള്ളാഹുവിൻ്റെ അടുക്കൽ 100% അല്ലേ അതിൻ്റെ ഉത്തമമായ പ്രതിഫലത്തോടു കൂടി സ്വീകരിക്കുമാറാകട്ടെ. അപ്പം വിശ്വാസി എപ്പോഴും, അതായത് അൽ മോമിനു ബൈനൽ ഹൗഫും റജാവും അല്ലേ. അപ്പോൾ അതായത് വിശ്വാസിക്ക് എപ്പോഴാ പ്രതീക്ഷ ഉണ്ട്, എൻ്റെ അള്ളാഹു എന്നെ കൈവിടൂല. അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ പഠിച്ചവനെ പേടി തങ്ങാ സ്വീകരിച്ചില്ല. വൈല്ലം തഗഫുർലന തർഹംന, അത് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ദുആ ഉണ്ടല്ലോ അല്ലേ. റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അയ ദുആൻ്റെ അർത്ഥം ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാ അല്ലേ. വഇല്ലം തഗ്ഫിർ ലനാ തർഹംന, ആ ഒരു എന്തോ ഒരു ദുആണ്. അഥവാ നീ എന്നോട് എനിക്ക് പുറത്ത് തന്നില്ലായിരുന്നെങ്കിൽ, എന്നോട് കാരുണ്യം കാണിച്ചില്ലായിരുന്നെങ്കിൽ, പിന്നെ ഒരു റീടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു പരീക്ഷ എഴുതിയിട്ട് പിന്നെ രണ്ടാമത് ട്യൂട്ടോറിയൽ പോകാനോ അവിടുന്ന് ജയിച്ച് കോളേജിൽ ചേരാനോ എന്നുള്ളൊരു വകുപ്പില്ലല്ലോ അല്ലേ. പിന്നെ തട്ടിപ്പോകലെന്നെ നരകത്തിലേക്ക് തന്നെ അല്ലേ. അപ്പോൾ അയാൾ ഒരു ദുആ എപ്പോഴും ഓതുമ്പോൾ ശരിക്കും അത് ഹൃദയം അറിഞ്ഞ് ഓതേണ്ട ഒരു ദുആ ആണ് അല്ലേ. അതന്നെ അലൈഹിസ്സലാം ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു പഴം തിന്നിട്ടേ ഉള്ളൂ, അത് ഇറങ്ങിയിട്ടില്ല, വായിലിട്ടിട്ടേ ഉള്ളൂ അല്ലേ. ആ സ്ഥിതിക്ക് നമ്മളൊക്കെ എത്രമാത്രം തെറ്റുകളാണ് ചെയ്യുന്നത് അല്ലേ, എത്രമാത്രം തെറ്റുകളാണ് ചെയ്യുന്നത്. എന്നിട്ടും അള്ളാഹു നമ്മളോട് ഇഷ്ടം കാണിക്കുന്നു, നമ്മുടെ ദുആ സ്വീകരിക്കുന്നു, നമുക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നു. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. ഇങ്ങനെയാണ് അള്ളാഹ്ക്ക് നന്ദി പറയാമെന്നറിയില്ല. പിന്നെ വേറൊരു ദുആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശയ്യയിൽ കിടന്നപ്പോൾ അല്ലാഹുമ്മ ഗഫിർലി വൽഹംനി വൽഹിഖ്നി റഫീഖിൽ അല, ഉന്നതനായ കൂട്ടുകാരനോടൊപ്പം എന്നെ നീ ചേർക്കണമേ എന്നുള്ള ആ ദുആകളൊക്കെ തന്നെ നമ്മൾ അത്തഹിയ്യാത്തിന് സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ പാരായണം ചെയ്യണതൊക്കെ വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള വളരെ പോയിൻറ്റ്ഫുള്ളായിട്ടുള്ള ദുആകൾ. വെറുതെ നമ്മൾ പാട്ട് കേൾക്കും പോലെ, സിനിമാ പാട്ട് കേൾക്കും പോലെ ആവരുത്. അതിൻ്റെ ഉള്ളിലേക്ക് അർത്ഥം മനസ്സിലാക്കുക. അല്ലാഹുമ്മ ഗഫിർലി, നീ എനിക്ക് പുറത്ത് തന്നെ, വർഹംനി, എന്നോട് കരുണ കാണിക്കണം, വൽഹിഖ്നി റഫീഖിൽ അല, ഉന്നതനായ കൂട്ടുകാരനോടൊപ്പം എന്നെ നീ ചേർക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് അർത്ഥം എന്നറിയുന്നപ്പോൾ അർത്ഥമൊക്കെ ലേവിഷായിട്ട് എല്ലാ ദുആകളൊപ്പരും അർത്ഥമുണ്ട്. പക്ഷെ നമ്മളാരും അത് ഹൃദയത്തിലേക്ക് കേട്ടുന്നില്ല എന്ന് മാത്രം അല്ലേ. ഒരുപാട് ക്ലാസ്സുകളിലിപ്പോൾ ഖുർആൻ അർത്ഥം പഠിപ്പിച്ചുകൊണ്ട് തഫ്സീറും പരിഭാഷയും എടുത്തുകൊണ്ട് ആ അർത്ഥം ഒക്കെ ഈ ദുആകളിലൊക്കെ ഒരുപാട് ഒരുപാട് യൂസ്ഫുള്ളാണ് ഖുർആൻ്റെ അർത്ഥം പഠിക്കുന്നത്. അപ്പോൾ മോമിനായ മനുഷ്യന് എപ്പോഴും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവില്ലേ. എന്നെ അള്ളാഹു നമ്മളെ എന്താണ് ഒരു അടിമ, എന്നെ അബ്ദുല്ലന്നി ബി അല്ലേ. അള്ളാഹു ഒരു അടിമ അവനെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അവരെയാണ് അള്ളാഹു. അപ്പം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ അള്ളാഹുവിന് എന്നോട് ഇഷ്ടമുണ്ട്, എനിക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണ്. ലോകത്തിൽ എന്തിനേക്കാളും ഏറെ എനിക്ക് ലോകത്തിലെല്ലാ സൗകര്യങ്ങളും തന്ന, എല്ലാ നാട്ടിലേക്കുള്ള പാസ്പോർട്ടും വിസയൊക്കെ വിസ തന്നിട്ട് പറയും എനിക്ക് എവിടാ വേണ്ടതെന്ന് വെച്ചാൽ പോയിക്കോ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ അടുത്തേക്ക് വിളിച്ചാൽ നമുക്ക് ഏറ്റവും ഇഷ്ടം അള്ളാഹിൻ്റെ അടുത്ത് പോകുന്നതാവണം. അത്രയേറെ നമ്മൾ അള്ളാഹുവിനെ പിന്നെ ഇഷ്ടപ്പെടണം അല്ലേ. ഭൂമിയിലുള്ള മറ്റെന്തിനേക്കാളും നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം. അങ്ങനെ തയ്യാറാണെങ്കിലാണ് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുക. അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ളതോ അത് വലിയൊരു ഒരുപാട് പറയാനുണ്ട്. അതിപ്പം വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പിന്നീട് പറയാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ കഴിഞ്ഞാൽ, അതായത് ഒരു 6 മാസം വരെ റബ്ബേ എന്നിൽ നിന്ന് ചെയ്ത അമലുകൾ നീ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്തിരുന്നു. കാരണം നമ്മളൊക്കെ അങ്ങനെ ദുആ ചെയ്യുന്നുണ്ടോ? എല്ലാ ദിവസവും പിന്നെ
തഹജ്ജുദ് നമസ്കാര സമയത്തും എല്ലാ സമയത്തും നമ്മൾ ഫാത്തിഹ ഓതി പിന്നെ സലാം വീട്ടുന്നതിന് മുമ്പ് ഇല്ലേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം എന്നുള്ള പ്രാർത്ഥന അത് നമ്മൾ അധിക പക്ഷവും ധർമ്മം കൊടുക്കുമ്പോഴാണ്. ധർമ്മം കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലി കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സാക്ഷിയാണ്, നമ്മൾ കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ്, പ്രൂഫാണ് അല്ലേ. അതുപോലെ തന്നെ റബ്ബനാ തഖബ്ബൽ മിന്ന അത് ആര് ചൊല്ലിയ പ്രാർത്ഥന എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോടും അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളോടുമായിട്ട് കഅബ പണിതുയർത്താൻ പറഞ്ഞു. അള്ളാഹു പണിതുയർത്തി അല്ല പറഞ്ഞു, അവർ പണിതുയർത്തി. എന്നിട്ട് പിന്നെ അത് ചെല്ലേണ്ട വല്ല ആവശ്യവും നമ്മളാണ് വിചാരിക്കുക, നമ്മളോട് പറഞ്ഞ് നമ്മൾ പണി ചെയ്ത്, ഇനി വേണമെങ്കിൽ അള്ളാഹു ഇവിടെ കൊണ്ടുവന്ന് ആരെങ്കിലും നിസ്കരിപ്പിച്ചോട്ടെ എന്ന് പറയല്ലേ. അല്ല, അവർ അങ്ങനെയല്ല ചെയ്തല്ലേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം, അള്ളാഹുവേ നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്, നീ എന്നിൽ നിന്ന് തഖബ്ബൽ എന്ന് പറഞ്ഞാൽ കബൂൽ ചെയ്യുക അല്ലേ, നാ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് അല്ലേ. റബ്ബന എൻ്റെ നമ്മുടെ രക്ഷിതാവേ നീ എന്നിൽ നിന്ന് നീ കബൂൽ ചെയ്യ് റബ്ബെ. ഇന്നക അൻത സമീഉൽ അലീം, അലീം എന്ന് പറഞ്ഞാൽ അറിയുന്നവനാണല്ലേ, സമീഉ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന, എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം, ഏറെ പാപമോചനം നൽകുന്നവനല്ലേ, പാപം പൊറുക്കുന്നവനാണ്, അങ്ങനത്തെ നിന്നോടാണ് ഞാനിത് തേടുന്നത് എന്നുള്ള ഒരു ദുആ നമ്മളെപ്പോഴും എല്ലാ അമലും ഫർള് നിസ്കരിച്ച് കഴിഞ്ഞാലും വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും വേറെ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഈ ഒരു ദുആ നമുക്ക് ഫിറ്റ് ചെയ്യണം. എല്ലാ ദുആൻ്റെയും കൂടെ സ്വഹാബത്തൊക്കെ 6 മാസം വരെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഇതായിരുന്നു ഇത്ര ദുആ ചെയ്തിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ 6 മാസത്തേക്ക് പിന്നെ പറഞ്ഞു പഠിച്ചവനെ അടുത്ത റമദാനിലേക്ക് ആയുരാരോഗ്യത്തോടെ നീ ബാക്കി വെക്കണേ റബ്ബേ, ഇബാദത്തുകൾ ചെയ്യാനും ഖിയാമുൽ നമസ്കരിക്കാനും ഒരുപാട് റമദാനിലെ പ്രതിഫലം വാരിക്കൂട്ടുവാനും ഒക്കെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥാന്ന് അവരെപ്പോഴും സ്ഥിരമായിട്ട് ദുആ ചെയ്യും. നമുക്ക് അങ്ങനത്തെ ഒരു എന്താ പറയുക, തവക്കലും ഇല്ല, ദുആയും ഇല്ല, തഖ്വയും ഇല്ല. നമ്മളെല്ലാം ചെല്ലുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കൽ ദുആ, സ്വിച്ച് ഇട്ടാൽ വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. ആദ്യം വാഷിംഗ് ചെയ്യും, പിന്നെ ഒലിമ്പി എടുക്കും, പിന്നെ ഡ്രയർ വന്ന് ഓട്ടോമാറ്റിക് ആണെങ്കിൽ താനെ ഡ്രൈ ആയി വരും. അതുപോലെയുള്ള ഒരു നിസ്കാരമാണ് നമ്മൾ. ഒരിക്കലും നമ്മൾ ഹൃദയം തട്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കാര്യം അള്ളാഹിനോട് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കാറില്ല അല്ലേ. ചോദിക്കണം, ചോദിച്ചാലേ തരൂലേ. മൻ യസ്അലുല്ലാഹ ഒളിബലഹ് എന്നാ പറഞ്ഞ, ആരും അള്ളാഹുവിനോട് ചോദിക്കുന്നില്ല, അവനോട് അള്ളാഹു കോപിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും സ്വസ്സലാത്തു അലൈഹി വസ്സലാമും അദ്ദേഹത്തിൻ്റെ മക്കളും ഇപ്രകാരം ദുആ ചെയ്തിരുന്നെങ്കിൽ, അത് അവർ പ്രവാചകന്മാരായിരുന്നു, അവരുടെ ജന്മത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കിയവരായിരുന്നു, അവർക്ക് ഒരുപാട് ഫളായിലുകളുണ്ട് അല്ലേ. മക്ക കഅബ പണിതുയർത്തി, സംസം വെള്ളം ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ പാദസ്പർശനമേറ്റിട്ടാണ് വെള്ളം വന്നത്, ഹജറ ബീവിൻ്റെ നടത്താണ് നമ്മൾ സഈന് നടക്കുന്ന, അവരൊക്കെ എന്ന് വെച്ചാൽ ആരാ. എന്നിട്ട് പോലും അവർക്ക് ഈ വിഷയത്തിൽ സംശയമായിരുന്നു അല്ലേ. പഠിച്ചോനെ നീ എല്ലാം തഗ്ഫിർ നമ്മെ നീ സ്വീകരിച്ചില്ലെങ്കിൽ തർഹംന, നീ എന്നോട് കാരുണ്യം കാട്ടിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയാണ് റബ്ബെ സ്വർഗത്തിൽ പോവാന്നുള്ളത് അവർ പോലും ഭയപ്പെട്ടിരുന്നു. ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അയ്യു ദുആ ഏത് ദുആണ് അള്ളാഹു കൂടുതലായിട്ട് കേൾക്കുക എന്നോ. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജൗഫിൽ ലൈലിൽ ആഖിരി, അതായത് രാത്രിയുടെ അന്ത്യയാമങ്ങളിലെ ദുആ അല്ലെങ്കിൽ കൂടുതൽ സ്വീകാര്യമാണ്. അതുകൊണ്ട് ആ സമയത്ത് ധാരാളമായിട്ട് ദുആ ചെയ്യാൻ പ്രത്യേകം എന്ന് വെച്ചാൽ ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടി എന്ന പോലെ 5 മണിക്ക് 5:10 ബാങ്ക് കൊടുക്കുമ്പോൾ 4:30 എണീറ്റ് ഒരു 1/4 മണിക്കൂർ ബാത്റൂമിൽ ചിലവഴിച്ച് പിന്നെ വന്ന് 2-3 നിസ്കരിക്കുമ്പത്തിന് പിന്നെ എന്തായി ബാങ്ക് കൊടുക്കും. അങ്ങനെ ആവരുത്. തഹജ്ജുദ് നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുമായിട്ടുള്ള ഒരു മുനാജാത്താണ്, സംഭാഷണമാണ്. നമുക്കെല്ലാം പറയാനുള്ള കാര്യങ്ങളും പറയുക, അള്ളാഹു കേൾക്കുക. അതിനൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സിൻസിയറായിട്ടുള്ളൊരു അപ്രോച്ച് അതിനോട് വേണം. നേരത്തെ എണീക്കണം. ഈവൻ 2 മണിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഒരു 3 മണിക്ക് എന്നെങ്കിലും അലാറം വെച്ച് ഒരു 3-3:30 ആകുമ്പോൾ എണീറ്റ് നമുക്ക് കൃത്യമായിട്ട് ഒരുപാട് അള്ളാഹുവിനോട് ദുആ ചെയ്യാനില്ലേ. അതായത് നമ്മുടെ ബാത്റൂമിൽ പോകണ മുമ്പ് ഞാൻ നിങ്ങളോടൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണല്ലേ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്
അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ദുആ ചൊല്ലി നമ്മൾ ചൊല്ലിയ ശേഷം ബാത്റൂമൊക്കെ പോയി വുളു എടുത്ത് വന്നാൽ ഖുബിലത്ത് സ്വലാത്തുഹു എന്നാണ് പറയുന്നില്ലേ. നമ്മൾ ഒരു അമലു സ്വാലിഹാത്തും അള്ളാഹു സ്വീകരിച്ചു എന്ന് ആരോടും പറയാറില്ല. പക്ഷേ ഇവിടെ ആ ഒരു വിഷയത്തിൽ സുന്നത്തായ ഒരു അല്ല ഒരു 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 ഹദീസ് പിന്നെ ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്കത് വിശ്വസിക്കാം. റബ്ബേ നീ തഹജ്ജുദ് നിസ്കരിച്ചാൽ നീ സ്വീകരിക്കും എന്നല്ലേ. അപ്പം അതുകൊണ്ട് ആ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മളൊരു ലേശം നേരത്തെ തന്നെ, അത് ഞാൻ പറഞ്ഞില്ല, 4:30 എണീറ്റ് വന്ന് കാട്ടിക്കൂട്ടിയാലൊന്നും തഹജ്ജുദിൻ്റെ പ്രതിഫലമൊന്നും കിട്ടില്ല. അത് കുറച്ച് നേരത്തെ തന്നെ എണീറ്റ് നമ്മൾ വുളു ചെയ്ത് വളരെ വൃത്തിയായി ഭംഗിയായി അള്ളാഹുവിനോട് ദുആ ചെയ്ത്, അല്ലേ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ദുആ ചെയ്ത്, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അള്ളാഹിനോട് സംസാരിക്കാനുണ്ട് അല്ലേ. അപ്പം ഒരു ഹജ്ജും ഉംറയൊക്കെ ചെയ്ത് വന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്ന മൻ ഹജ്ജ ഫലം യർഫുസു വലം യഫ്സുഖു റജ കയോമിയും വലതത്തുഹു ഉമ്മു. അതായത് ഹജ്ജോ ഉംറയോ കഴിഞ്ഞ് മടങ്ങിയവൻ ഒരു അശ്ലീലങ്ങളോ അധാർമികതയോ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ഉമ്മ പെറ്റ പൈതലിനോളം അവൻ പരിശുദ്ധമായ നിലയിലായിരിക്കും മടങ്ങി വരിക. അതുപോലെ ആയിരിക്കണം റമദാൻ അല്ലേ. ഈദുൽ ഫിത്തർ എന്ന് പറയാനുള്ള കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ ഒരു കുഞ്ഞു ബേബിനെ എടുത്ത് മടിയിൽ വെക്കുമ്പോൾ ആ കുട്ടി നമുക്ക് ഏത് കുട്ടി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ മുസൽമാനായിക്കോട്ടെ ഏത് ജാതി ആയിക്കോട്ടെ അല്ലേ, ഒരു ഫിത്രത്തിൻ്റെ അവസ്ഥയിലാണ്. അപ്പോൾ അതുപോലെ ഫിത്രത്തിലായിരിക്കും ഈദുൽ ഫിത്തറിൻ്റെ അന്ന് നമ്മൾ ആയി തീരുക അല്ലേ. അങ്ങനെ ആവണം. ആ നിസ്കാരം കൊണ്ടും പാതിരാക്കുള്ള ഒരുപാട് ദുആകളും അല്ലേ. ആരെങ്കിലും ഒരുവൻ പിന്നെ ഈമാനോടും ഇഹ്തിസാബോടും കൂടിയും പിന്നെ ഇമാമിനോടൊപ്പം നമസ്കരിച്ച് തറാവി അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ നമസ്കരിച്ച് പൂർത്തിയാക്കിയാൽ അവന് മാ തഖദ്ദമ അല്ലേ, അവൻ്റെ ഒഫിറ ലഹു മാ തഖദ്ദമ, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നു. അങ്ങനെ എല്ലാ പാപവും പൊറുക്കപ്പെട്ട് നല്ലൊരു സത്യവിശ്വാസിയായി കൊണ്ട് ഈദുൽ ഫിത്രത്തിൻ്റെ ശുദ്ധമായ അവസ്ഥയിലായിരിക്കും നമ്മൾ പെരുന്നാളിൽ പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇനി ഈദുൽ ഫിത്തർ എന്ന പേര് വരാനും കാരണം. പിന്നെ ഞാനൊരിക്കലും ഒരു ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തു. ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഒരു പബ്ലിക് ഇഫ്താർ സംഘമായിരുന്നു മൈസൂർ വെച്ച് നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ബയ്യനൻ്റെ കെയർ ഓഫിൽ മൈസൂർ വെച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇഫ്താർ സംഗമത്തിന് എന്നെ ക്ഷണിക്കുകയുണ്ട്. അപ്പോൾ അവിടെ ഇഫ്താറിൽ ഇതിന് പോയപ്പോൾ അന്നൊരു വൈകുന്നേരം 4 മണിക്ക് ശേഷം ഒരു മോട്ടിവേഷൻ സ്പീക്കർ ക്ലാസ് എടുക്കുന്നത്, ഒരു ഫേമസ് മോട്ടിവേഷൻ സ്പീക്കർ, യങ്ങസ്റ്റ് മാനാണ്. പക്ഷേ അദ്ദേഹം വളരെ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പാളാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ അവിടെ വെച്ചിട്ട് ഓഡിയൻസിന് മുമ്പിൽ വെച്ച് സ്റ്റേജിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു. ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടോ, നരകത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടോ? 2 ചോദ്യം ചോദിച്ചു. അപ്പോൾ ഈ 4-5 പേര് കൈ പൊക്കി. ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. അജബൻ അജബാ. അതായത് സ്വർഗത്തിൽ പോകുമെന്ന് നമ്മളെങ്ങനെ ഉറപ്പിക്കാം? നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ അല്ലേ? അത് നമ്മുടെ അമലു സ്വാലിഹാത്തുകളുടെ ആക്സെപ്റ്റൻസ്, സ്വീകാര്യത അല്ലേ, അതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും ഹൈസുൽ കബൂൽ, അത് കബൂൽ ചെയ്യുന്ന വിഷയത്തിൽ നമ്മളെപ്പോഴും ടെൻസ്ഡാണല്ലേ. ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ഒരു ഭാഗത്ത് പ്രതീക്ഷ, അള്ളാഹുവിന് ഇന്ന ഇഷ്ടമാണ്, എനിക്ക് അള്ളാഹിനെ ഇഷ്ടം, ഞാൻ ഒരുപാട് അമലുകളൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ നിസ്കരിക്കുന്നുണ്ട്, വെറുതെ വിശ്രമിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ദിക്റുകൾ ചെയ്യുന്നുണ്ട്, ദുആ ചെല്ലുന്നുണ്ട്, എത്രയോ ബുക്കുകൾ എടുത്തു വെച്ച് അതിലുള്ള എല്ലാ ദുആകളും എനിക്ക് മനപ്പാടായി പോയിട്ടുണ്ട്, ഞാനിങ്ങനെ ചെല്ലുന്നുണ്ടല്ലേ, അതുകൊണ്ട് എനിക്ക് അള്ളാഹു സ്വർഗം തരാതിരിക്കില്ല. അതോടൊപ്പം തന്നെ അതോ പേടി, പഠിച്ചോനെ നീ നരകത്തിലിട്ടാൽ, അതായത് നരകത്തിൽ എത്രയോ സ്വതക്ക കൊടുക്കുന്ന വലിയ പണക്കാരും എത്രയോ വലിയ പണ്ഡിതന്മാരും മുഅല്ലിമീങ്ങളും ആലിമീങ്ങളൊക്കെ നരകത്ത് പോകുന്നതായിട്ട് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് അള്ളാഹു എങ്ങാനും നീ ആളുകളെ കാണിക്കാൻ വേണ്ടി, റിയായിന് വേണ്ടി, ഓജബുണ്ടായിട്ടാണ് ഇനി അമല് ചെയ്ത് എന്നെങ്ങാൻ പറഞ്ഞ നരകത്തിലിട്ടാലോ എന്ന പേടിയും നമുക്ക് ഇങ്ങനെ വേണം. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഹൃദയത്തിലൊരു പാലിൻ്റെ ചെമ്പ് അടുപ്പത്ത് വെച്ച് തിളക്കുമ്പോൾ ഈ ഒരു തിളക്കുന്ന ഒരു മൂടുണ്ടല്ലോ, ഒരു സിറ്റുവേഷൻ, ഒരു തിളക്കുന്ന ഒരു ശബ്ദം, അതുപോലത്തെ ഒരു
ഇതായിരിക്കണം നമ്മളെ ഹൃദയത്തിൽ എപ്പോഴും. പഠിച്ചോനെ റബ്ബേ വൈലം തഹഫുർലന തർഹംന, ഇതെങ്ങാം നീ സ്വീകരിച്ചില്ലെങ്കിൽ, നീ എന്നോട് കരുണ കാട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും റബ്ബേ എൻ്റെ അവസ്ഥ എന്നുള്ളൊരു ബേജാറ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ അമൽ സ്വാലിഹാത്തുകളെ സ്വീകാര്യതയുടെ ഏറ്റവും വലിയ ലക്ഷണവും അതാണ്. അതല്ലാണ്ട് ഞാനൊക്കെ ചെയ്താലല്ലേ അള്ളാഹു സ്വീകരിക്കൂ, എന്നോട് അള്ളാഹ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, ഞാനല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യില്ല, അങ്ങനെയൊന്നും പറയാനേ പാടില്ല. കാരണം നമ്മൾ ഈ ഓരോ പ്രവർത്തനത്തിലും, ദിക്റിൽ, സംസാരത്തിലും, പെരുമാറ്റത്തിലും, ക്ലാസ് എടുക്കലിലൊക്കെ ഒരുപാട് അതിനാണല്ലോ ഓരോ പിന്നെ സദസ്സ് പിരിയുമ്പോൾ സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് പറയുന്നത്. അതായത് സഭയിൽ വെച്ച് ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ, അത് ഖുർആൻ ക്ലാസ്സിലെ സദസ്സിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ എവിടെ കൂടിയാലും എഴുന്നേൽക്കുന്നതിന് മുമ്പ് അത് ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ അമൽ സാലിഹാത്തുകളെ സ്വീകാര്യതയെക്കുറിച്ച് എപ്പോഴും നമ്മൾ ഭയവിഹ്വലരായിരിക്കണം. ഹൃദയത്തിലൊരു പേടി വേണം. ഇന്ന സായുക്കും ലഷത്ത, അതായത് നിങ്ങൾ ഓരോരുത്തരുടെയും അമലുകൾ വിഭിന്നമായിരിക്കും. ചിലർ പറയും ഓർക്ക് എന്താണല്ലേ പള്ളിയിൽ ജുമാക്ക് വരാൻ മടി, ജുമാസ്കാരത്തിലൊന്നും ഒരു പങ്കെടുക്കൂലല്ലേ, അല്ലെങ്കിൽ സുന്നത്ത് നോമ്പ് തീരെ പിടിക്കൂലല്ലേ. അങ്ങനെ ഒരാളെ മേലൊരു കമൻസ് പറയാൻ നമുക്കൊരു വകുപ്പുമില്ല അല്ലേ. അവരിനി വേറെന്തെങ്കിലും അമല് സ്വാലിഹാത്തുകളിലൂടെ അള്ളാഹുവിനോട് അടുത്തിട്ടാണെന്ന് നമുക്കറിയില്ല. കാരണം അള്ളാഹ് ഇന്ന സയ്യുക്കും ലശത്ത എന്നൊരായത്ത് തന്നെ നമുക്കതിന് വലിയൊരു ദൃഷ്ടാന്താണ്, വലിയൊരു തെളിവാണ്. അതുകൊണ്ട് ഓരോരുത്തരും അവർ രഹസ്യമായിട്ട് അള്ളാഹുവിനോട്, ഇനിയിപ്പോൾ അവർ തഹജ്ജുദ് നിസ്കാരം കുറേ ദീർഘിച്ച് നമസ്കരിക്കുന്നുണ്ടെന്നോ, തഹജ്ജുദിൽ ധാരാളം ആയത്തുകൾ പാരായണം ചെയ്യുന്നുണ്ട്, നമുക്കൊന്നും അറിഞ്ഞുകൂടാ അല്ലേ. അപ്പം ആരുടെയും അമലുകളെ കുറിച്ചിട്ട് യാതൊരു കമൻസും നമുക്ക് പറയാനുള്ള ഒരു വകുപ്പുമില്ല അല്ലേ. ഇന്ന വാദല്ലാഹിൽ ഹക്ക് അല്ലേ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. അപ്പം നീയത്ത് ഇന്നമൽ ആമാല്, പിന്നെ നീയത്ത് പ്യുവറാണെങ്കിൽ അള്ളാഹു നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ സ്വീകരിക്കുന്നു തന്നെ ഉറച്ച് നമ്മൾ വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ ഹൗഫും പ്രതീക്ഷയും ഭയപ്പാടും രണ്ട് ഭാഗങ്ങളും മാറി വരണം. അതാണ് നമ്മളെ സത്യവിശ്വാസിയാണോ എന്നതിൻ്റെ ലക്ഷണം. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെ ചൂണ്ടും. നിങ്ങൾ വിരൽ ചൂണ്ടും മറ്റുള്ളവരെ നേരെ വിരൽ ചൂണ്ടാണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാണെങ്കിൽ ബാക്കിയുള്ള 4 വിരലുകളും എൻ്റെ നേരെ തന്നെയാണ് ഞാൻ ചൂണ്ടുന്നത്. അതുപോലെ നിങ്ങൾ തിരിച്ച് ചൂണ്ടിയിട്ട് ചോദിക്കുക, എനിക്ക് പേടിയുണ്ടോ, എനിക്ക് ഭയപ്പാടുണ്ടോ, റബ്ബ് എൻ്റെ അമലുകൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ആശങ്കയുണ്ടോ ഹൃദയത്തിൽ എന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു സത്യവിശ്വാസിയാണ്, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട്. അത്തരക്കാരുടെ അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഭയങ്കര ഇഷ്ടവുമാണ് അല്ലേ. അതായത് ചിലർക്കാണെങ്കിൽ മക്കൾ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഈ കാര്യത്തിലൊക്കെ അവരെ കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു സത്യവിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനെയും കഴിച്ചിട്ടല്ലാണ്ട് അതിൻ്റെ മുൻപിൽ വേറൊരാൾക്കും നമ്മൾ സ്ഥാനം കൊടുക്കരുതില്ലേ. മക്കളാവട്ടെ, ഭർത്താവട്ടെ, ഉപ്പയാവട്ടെ, ഉമ്മയാവട്ടെ, അതൊക്കെ അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും പുറകിൽ മാത്രം. എന്നാലേ നമ്മൾ ഒരു യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. പിന്നെ ഉമ്മു ഹൈസ് എന്ന ഒരു സ്ത്രീ അപ്പം നമ്മൾ ഒരു അമൽ സ്വാലിഹാത്തും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വകുപ്പ് ഹദീസുകളുടെ പിൻബലത്തിൽ പറയാം. അതായത് പിന്നെ തഹജ്ജുദ് നമസ്കാരത്തിൽ എൻ്റെ മുമ്പേ ആ ദിക്റുകൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് ആ 3-4 ഷോർട്ട് ദിക്റുകൾ ചൊല്ലിയിട്ടാണ് നമ്മൾ വുളു ചെയ്തതെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അല്ലേ. അത് മാത്രം, വേറൊരു കർമ്മം സ്വീകരിച്ചോ എന്നുള്ളതിന് നമുക്കറിയൂല അല്ലേ. നമ്മൾ ഹജ്ജിന് പോയി, ഉംറക്ക് പോയി, നോമ്പ് തോറ്റ്, സദഖ കൊടുത്ത് എപ്പോഴും എന്നിട്ട് എന്ത് ചെയ്താലും അല്ലാഹ് ഇത് സ്വീകരിച്ചോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. എന്നിട്ട് റബ്ബന തഖബ്ബൽ മിന്ന എന്നുള്ള ദുആ ഒരുപാട് പ്രാർത്ഥിക്കുകയും വേണം. മുൻകാല സലഫുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഭയങ്കര ബേജാറായിരുന്നു, അമൽ സ്വാലിഹാത്തുകൾ സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ.
പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അപ്പം തന്നെ ആൾക്കാരോട് കമൻ്റ് ഇട്ട്, നിങ്ങളെ ക്ലാസ് അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞത് നന്നായിട്ടോ, അല്ലെങ്കിൽ നിങ്ങളത് ചെയ്തത് നന്നായിട്ടോ എന്നുള്ള ആൾക്കാരെ കമൻറ്റുകൾ കേട്ടിട്ടൊന്നും നമുക്ക് യാതൊരു അജബും, ഞാനിപ്പം തരക്കേടില്ല, ഞാൻ ഇപ്പം വലിയ ആളാണ്, അങ്ങനത്തെ ഒരു വിചാരേ നമ്മളെ മനസ്സിൽ പാടില്ല. കാരണം നമ്മളിവർ പറയുമ്പോഴൊക്കെയും വിചാരിക്കേണ്ടി ഇതിനൊക്കെ സൂക്ഷ്മ വിചാരണ നടത്തുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കേണ്ടല്ലേ, ഇവർ പറഞ്ഞിട്ട് എന്താ നമുക്ക് കാര്യം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അല്ലാണ്ട് അവർ പറയുമ്പോഴത്തേന് നമ്മളൊന്ന് കോളറുണ്ടെങ്കിൽ പൊക്കി പിടിക്കാമെന്നുള്ള ആ ഒരു നെയ്യത്ത് നമ്മൾ ഒരു പ്രവർത്തനത്തിലും പാടില്ല. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. അതായത് അമലുകൾ സ്വീകരിക്കാൻ 3 കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കപ്പെട്ടു. ഒന്ന്, നിയ്യത്ത് പ്യുവറായിരിക്കണം അല്ലേ, അത് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം സ്വർഗം മാത്രം കാക്ഷിക്കണം, അതായിരിക്കണം. അതല്ലെങ്കിൽ ഇത്തിബാ സുന്ന, പ്രവാചകൻ്റെ സുന്നത്തനുസരിച്ചായിരിക്കണം ചെയ്യുന്നത് അല്ലേ. നമുക്ക് തോന്നിയ പോലെ നമ്മളെന്തെങ്കിലുമൊക്കെ കൊടുത്തപ്പോൾ നമുക്ക് പിന്നെ ഇതുണ്ട്, പൊന്നുണ്ട്, ആ പൊന്നിന് 10 പവനിൽ ഏറിക്കഴിഞ്ഞാൽ ഓരോ പവന് അതിൽ മുഴുവൻ പവനും സക്കാത്ത് കൊടുക്കണം. അതിപ്പോൾ 20 ആണെങ്കിൽ 25 അതിനനുസരിച്ച് കൊടുക്കണം. നമുക്ക് തോന്നിയ പോലെ കൊടുക്കാൻ പറ്റൂല അല്ലേ. സക്കാത്തും നിസ്കാരവും ഒക്കെ അള്ളാഹു പറഞ്ഞ കണക്ക്, സ്വതക്ക ആകുമ്പോൾ നമുക്ക് വാരിക്കോരി കൊടുക്കാം, അതിൽ നോ പ്രോബ്ലം അല്ലേ, കൊടുക്കുന്നതിന് വിരോധമില്ല. എന്നാലും സദക്ക കൊടുക്കുന്നതിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. വമാ തശാഊന ഇല്ലാ അയ്യഷാ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാണ്ട് നമുക്കൊന്നും ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല. ഒരു ഇസ്ലാമായി മോമിനായി ജീവിക്കാൻ അനുമതി തന്ന അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും. എത്രയോ ആളുകൾ ഇന്നും ഇസ്ലാമിന് പുറത്തു നിന്നുകൊണ്ട്, ഇസ്ലാമിൻ്റെ ശത്രുക്കളായിക്കൊണ്ട്, ഇസ്ലാമിലെ നോമ്പിനെ പരിഹസിച്ചു കൊണ്ടൊക്കെ പലതും എഴുതി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്, ലോകത്തിലേക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടതാണ് ഇസ്ലാമിൻ്റെ ഒരു സന്തതിയായി ഞാൻ ജനിച്ചു അല്ലേ. ഇസ്ലാമും ഉമ്മയും ഉപ്പയും ആയിട്ടുള്ള ഒരു ഇസ്ലാമിക സന്തതിയായി ഞാൻ ജനിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം അല്ലേ. ഷിർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഷിർക്കിൻ്റെ വിഷയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹിനോട് ഇങ്ങനെ ദുആ ചെയ്യും. എന്തെങ്കിലും ഒരു മമ്പറത്തെ തങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബദരീങ്ങളെ പേര് അതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ അമലു സ്വാലിഹാത്തുകളും പാഴായിപ്പോവും. കാരണം എല്ലാത്തിനും അല്ലേ, എല്ലാത്തിനും ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, നീ തന്നെ മതി റബ്ബേ, നീ എല്ലാറ്റിനും മതിയായവനാണ് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നമ്മളെ ഹൃദയത്തിൽ എപ്പോഴും വേണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൽ ഹസന, റസൂലില്ലാഹി അല്ലേ, അള്ളാഹുവിലും അവൻ്റെ റസൂലിൽ നമുക്ക് ഒരു ഉത്തമ മാതൃകയുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കൽപ്പിച്ചത് അത് മാത്രമേ ചെയ്യൂ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ തസ്ബീഹ് ഉപയോഗിച്ച് ദിക്ർ ചെല്ലുകയാണെങ്കിൽ തസ്ബീഹ് ഇല്ലാണ്ട് ദിക്ർ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി ചെല്ലാൻ പറ്റും. നമുക്ക് മറന്നു പോവില്ല, നമ്മൾ ശ്രദ്ധ മാറിപ്പോവില്ല, കുറേ ചെല്ലാം, കുറേ എണ്ണം ദിക്റുകൾ കിട്ടും. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ബീഹിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. നിങ്ങളുടെ കൈകൾ വലത് കൈ കൊണ്ട് തസ്ബീഹ് ചെയ്യൂന്നാണ് പറഞ്ഞ്. അതുകൊണ്ട് തന്നെ പ്രവാചകനോടുള്ള പ്രവാചകനോടുള്ള ഇഷ്ടം കാരണം നമ്മൾ അത്രയും നല്ല വെച്ചാൽ ഒരുപാട് ദിക്ർ ചെല്ലാൻ പറ്റുന്ന ഒരു അവസരം ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നത്. കൈകൊണ്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കൈകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രവാചകനോട് ഹുബ്ബുണ്ടാകും. പ്രവാചകനോടും അള്ളാഹുവിനോടും ഹുബ്ബുണ്ടായാൽ എന്താ, സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തായിരിക്കും. അപ്പോൾ നമ്മളിനിപ്പോൾ തസ്ബീഹ് വെച്ചിട്ട് 1000 ഒരു 10,000 ചൊല്ലിക്കഴിഞ്ഞാൽ അതിനേക്കാളേറെ സ്വീകാര്യത നമുക്ക് കിട്ടുന്നത് വിരൽ കൊണ്ട് എണ്ണുന്നതാണ്. അതുകൊണ്ടാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൽ ഹസന എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പ്രവാചകൻ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട് അല്ലേ. ഇപ്പം നമുക്കറിയാം ഗാന്ധിജി, മദർ തെരേസ, ധാരാളം ചാരിറ്റി സേവകർ, ഇപ്പം ഈ സൗന്ദര്യ റാണി, വേൾഡ് ലോക സുന്ദരി എന്ന പട്ടം കിട്ടി കോടിക്കണക്കിന് ഉറുപ്പ്യൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നത്? അതും ചാരിറ്റിക്ക് കൊടുക്കുകയാണ് അല്ലേ. പക്ഷെ അത് സ്വീകരിച്ചോ ഇല്ല നമുക്കറിയില്ല അല്ലേ. അതായത് ആരെങ്കിലും ഒരാളുടെ അമൽ സ്വാലിഹാത്തുകൾ സ്വീകരിക്കണമെങ്കിൽ
വഅമലു സ്വാലിഹാത്തി ഫഹുവ മുഅ്മിനുൻ, മുഅ്മിനായിക്കൊണ്ടല്ലേ, ഇല്ലല്ലദീന ആമനു വഅമലു സ്വാലിഹാത്തി, അതായത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരുടെ മാത്രം അമലുകളാണ് അല്ലേ. നമ്മളുടെ കാര്യങ്ങൾ ചോദിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മദർ തെരേസ ആണെന്ന് തോന്നുന്നു, ഒരു വലിയൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് 4 ലക്ഷമാണോ 1 ലക്ഷമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അവർക്ക് അവർക്ക് പാരിതോഷികമായിട്ട് ആരോ കൊടുക്കുകയുണ്ടായി. ആ 4 ലക്ഷം ഉറുപ്പ്യ ഒന്നോ എനിക്ക് ഓർമ്മയില്ല, അവരത് വലത്തെ കൈ കൊണ്ട് കിട്ടി അതേ കൈകൾ കൊണ്ട് തന്നെ ഏതോ ഒരു ചാരിറ്റി സംഘടന ആ സ്റ്റേജിൽ വെച്ച് തന്നെ കൊടുത്തു എന്നാണ് പറയുന്നത്. ആകെ 2-3 ജോഡി ഡ്രസ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു തുണിയിൽ കെട്ടിയിട്ട് ഒരു ഹാൻഡ് ബാഗ് പോലും അവർ യൂസ് ചെയ്യുമായിരുന്നു. ശരിക്കും നമ്മളൊക്കെയാണ് അങ്ങനെ ജീവിക്കേണ്ടതില്ലേ, പരലോകം ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളാണ് അങ്ങനെ ജീവിക്കുന്നത്. വെച്ചാൽ അതിനേക്കാൾ മഹത്തമായ രീതിയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. എന്താ, നല്ല ഭക്ഷണമൊന്നും കഴിക്കൂല, കുഷ്ഠരോഗം പിടിച്ചാലൊക്കെ പൈപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി മരുന്നെടുത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അവരുടെ വിഷയത്തിലൊക്കെ വിശ്വാസമില്ലാത്തത് കൊണ്ട് നമുക്ക് ആർക്കും തന്നെ ഒരു എന്താ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നോ ഇല്ല, അത് പറയാനുള്ള വകുപ്പ് അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രമേ ഉള്ളൂ അല്ലേ, അത് വേറെ ആർക്കും പറ്റില്ല. ഇനിയിപ്പോൾ ഒരു നല്ലൊരു സത്യവിശ്വാസിയാണ്, അവർ ഒരുപാട് അമലുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അവർക്ക് കയറാനുള്ള വകുപ്പുണ്ടല്ലേ. ഒരു വേശ്യ സ്ത്രീ അവളുടെ ഷൂസിൽ വെള്ളം ആക്കിയിട്ട്, അത് വെച്ചാൽ ദാഹിച്ച് വലഞ്ഞിട്ട് മണ്ണ് കപ്പുന്ന ഒരു നായ്ക്കുട്ടിക്ക് കൊടുത്തതിൻ്റെ പേരിൽ അവൾ സ്വർഗത്തിൽ പോയി എന്നാണ് പറയുന്നല്ലേ. അപ്പോൾ അള്ളാൻ്റെ വിചാരണ, അള്ളാൻ്റെ കൽപ്പന, ആർക്കാണ് അത് കൊടുക്കുക, ആരിൽ നിന്നാണ് അനുഗ്രഹം എടുത്തു കളയുക, നമുക്കൊന്നും അറിഞ്ഞുകൊണ്ട് അതൊക്കെ അള്ളാൻ്റെ കദറുകളിൽപ്പെട്ട കാര്യമാണല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ ഹൃദയത്തിന് ഇങ്ങനെ ബേജാറായിക്കൊണ്ടിരിക്കണം. ഞാൻ മേലെ പറഞ്ഞ ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞ പോലെ, നിങ്ങൾ ആരാ സ്വർഗത്തിൽ പോകാന്ന് വെച്ചാൽ ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞ് കൈവക്കാനുള്ള ഒരു വകുപ്പും നമുക്കില്ല അല്ലേ. എത്ര തന്നെ ചെയ്താലും അല്ലേ, എല്ലാ അമലു സ്വാലിഹാത്തുകളും അള്ളാഹു നമ്മിൽ നിന്ന് വിനയാന്വിതനായിക്കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ. നമുക്കൊരു കിബിറിൻ്റെ അല്ലെങ്കിൽ ഒരു റിയായിൻ്റെ അല്ലെങ്കിൽ ഒരു ഉജബിൻ്റെ അംശം പോലും നമ്മുടെ അമലുകളിൽ നീ വരുത്തി വെക്കല്ലേ റബ്ബ്. ഒരിക്കലും ഒരു മനുഷ്യനും തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് അന്നൊന്നും അറ്റാച്ച്ഡ് ബാത്തും പൈപ്പും കുഴൽ കിണറൊന്നും ഇല്ലാത്ത കാലഘട്ടമായിരുന്നല്ലോ. അപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകനും കൂടെ തഹജ്ജുദിന് വുളു ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് പോയപ്പോൾ ആ കുട്ടി ചോദിക്കുക, ഉപ്പ ഇവരാരും തഹജ്ജുദിന് എണീറ്റിട്ടില്ലാലോ, ഇവരൊക്കെ കിടന്ന് നമ്മൾ മാത്രമല്ലോ. അപ്പോൾ അയാൾ ആ കുട്ടീൻ്റെ വായി പൊത്തിക്കൊണ്ട്, മോനെ ഇതൊന്നും പറയാൻ പാടില്ല മോനെ അങ്ങനെ. അപ്പോൾ അതായത് അവിടെ ഒജബ് വന്നില്ലേ, നമ്മളാണ് നിസ്കാരക്കാരെന്നുള്ളൊരു കിബിർ, ഒരു ഒജബ് വന്നു. മോനെ ഇതിനേക്കാൾ ഭേദം നീ കിടന്നുറങ്ങുന്നതായിരുന്നു എന്നല്ലേ. നമ്മളൊക്കെ എത്ര പ്രാവശ്യം ഓരോരുത്തരെ കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ. അസ്തഗ്ഫിറുല്ലാ നീ പുറത്ത് താ റബ്ബേ. നമ്മൾ പറഞ്ഞ കണക്ക് വെച്ച് നോക്കുകയാണ്, ദുനിയാവിലുള്ള എല്ലാ മനുഷ്യന്മാരോടും ഇസ്തിഗ്ഫാർ ചെയ്താലും നമ്മൾ മതിയാവില്ലല്ലേ. ഗവൺമെൻറ് തലം മുതൽ ബാക്കി ഏതെല്ലാം രീതിയിൽ നമ്മൾ ഏതെല്ലാം ആൾക്കാരെക്കുറിച്ച് ദിവസവും നമ്മുടെ വായിലൂടെ തെറ്റുകുറ്റങ്ങൾ വന്നു പോകുന്നുണ്ട് റബ്ബേ. അതാണ് പറയുന്നത്, ഞാൻ ചെയ്തതൊക്കെ നല്ലതാണ്, ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് പറയാൻ ഒരാൾക്കും ഒരു ഗ്യാരണ്ടിയും ഇല്ല. അതായത് ഞാൻ ഒരീതും മിൻകും ജസാഅം വലാ ഷുക്കൂറ. നമ്മൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുമ്പോഴൊക്കെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുത്തതിൻ്റെ പേരിൽ അവരിൽ നിന്ന് അത് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ലല്ലേ. പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ജോലിക്കൊക്കെ നിർത്തിയ ആൾക്കാർക്ക് ഒരുപാടൊക്കെ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട്. കൊടുത്തിട്ട് നമ്മൾ വിചാരിക്കുന്ന ദിവസം വന്നില്ലേ, നന്ദി കെട്ടോല്ലേ, അത് പെണ്ണിന് എന്ത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഈ ഒരു ആയത്ത്, സൂറത്തുൽ ഇൻസാനിലെ ഈ ഒരു ആയത്ത്, ലാ നുരീദു മിൻകും ജസാഅം വലാ ഷുക്കൂറ ഇന്ന നഖാഫു മിർ റബ്ബിന യൗമൻ അബൂസൻ ഖദ്ദരീർ എന്നുള്ള ആയത്തുകളൊക്കെ നമുക്ക് കേൾക്കുന്നുകൊണ്ടില്ലേ, ഇല്ലബ്തിആ വജ്ഹി റബ്ബിഹിൽ അലാ, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ച് കൊടുക്കണം. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് നമ്മൾ ബേജാറാകുക. അവർക്ക് നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടു ജോലി ചെയ്തത് കൊണ്ടാണ്, അതിന് നമ്മൾ കൊടുത്തു. അതല്ലാണ്ട് അവരിൽ നിന്ന് അവർ തിരിച്ചൊരു സഹായം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് അല്ലേ. ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്ർ, ഒരു നന്ദിയോ ഒരു സ്നേഹമോ അവരിൽ നിന്ന് വല്ലതും കിട്ടാനോ ഒന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കരുത്. റമദാൻ കഴിഞ്ഞ് എല്ലാം അടിച്ചു വാരിയില്ലേ, നമുക്കിനി അടിച്ചു പൊളിക്കുക. ഇനി പണ്ടത്തെ പോലെ തന്നെ ആസ്വദിച്ച് ജീവിതം അടിച്ചു പൊളിച്ച് എല്ലാ വീട്ടിലും പോയി വിരുന്ന് പോയി തമാശ പറഞ്ഞ് അങ്ങനെയാണോ? അതല്ല. റമദാൻ കഴിഞ്ഞ് റമദാനിനെ തുടർന്ന് അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അമലുകൾ സ്വീകരിക്കുന്നുണ്ടോ എന്നറിയാൻ. അപ്പം നിങ്ങൾ ഓരോരുത്തരോ സ്വന്തത്തോട് തന്നെ ചോദിക്കുക, റമദാൻ കഴിഞ്ഞ് ഞാൻ നോമ്പ് നിർത്തിയോ? ഇല്ല, ഞാൻ സുന്നത്ത് നോമ്പ് തുടങ്ങി, അതല്ലെങ്കിൽ കടം നോമ്പ്
നോമ്പ് തുടങ്ങി. ഞാൻ ഫർള് നമസ്കാരം അതെന്തായാലും നമ്മൾ വിടൂല, നിസ്കരിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ സുന്നത്തിൽ വല്ല അയവും വരുത്തിയോ, സുന്നത്ത് കുറച്ചോ, എണ്ണം കുറച്ചോ, ഒരിക്കലും കുറയ്ക്കരുത്. ഓരോ നോമ്പ് കഴിയുമ്പോഴും നമ്മൾ വല്ലതും വർദ്ധിപ്പിക്കാനേ ശ്രമിക്കാവൂ. പിന്നെ ഖുർആൻ പാരായണം അത്ര സ്പീഡ് ഇല്ലെങ്കിലും ഖുർആൻ പാരായണം നിർത്തിയിട്ടില്ലല്ലേ, അൽഹംദുലില്ലാഹ്. ഞാൻ ഖുർആൻ പാരായണം തുടർന്ന് പോകുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും റമളാൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സദക്ക സക്കാത്തുകൾ ചാരിറ്റികൾ ചെയ്യണം. അതായത് പല കാര്യങ്ങളും ഗ്രൂപ്പിലൊക്കെ വരുന്നത് ഒതൻറ്റിസിറ്റി, അതായത് പ്രൂവ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ആധികാരികതയുള്ള അഡ്മിന്മാരിടുന്ന കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ എൻ്റെ അടുത്തൊക്കെ കുറേ കാര്യങ്ങളും പറഞ്ഞു വരും. ഞാൻ പറയും എനിക്ക് സോറി, ക്ഷമിക്കണം, എനിക്ക് അതിൻ്റെ ഒതൻറ്റിസിറ്റി അറിയാണ്ടത് യഥാർത്ഥ അഹലുകാരാണോ യഥാർത്ഥ അവകാശികളാണോ എന്നറിയാണ്ട് ഞാനിത് ഗ്രൂപ്പിലിടൂല. ടീച്ചർ നിങ്ങൾ ഇട്ടത് കൊണ്ട് നമ്മൾ അവർക്ക് പൈസ കൊടുക്കട്ടെ എന്ന് പലരും വിളിച്ച് ചോദിക്കും. അപ്പോൾ അവർ യഥാർത്ഥ അർഹരല്ലെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാൻ്റെ ഭാഗത്തുനിന്ന് കുറ്റം കിട്ടുന്നതുകൊണ്ട് ഞാൻ ശരിക്കുള്ള പ്രൂഫ് കിട്ടിയാലല്ലാണ്ട് ഞാനൊന്നും ഒരു വിഷയവും പറയില്ല. അപ്പം അങ്ങനെ അല്ല അഡ്മിന്മാരുടെ പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു 100 200 കൊടുക്കാം. വലിയ സംഖ്യ കൊടുത്തിട്ടില്ല, ഈവൻ 10 രൂപ വരെ ഗൂഗിൾ പേ ചെയ്യാം നമുക്കില്ലേ. പല തുള്ളി പെരുവെള്ളമാണല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പ്രതിഫലം കരസ്ഥമാക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ റമളാൻ കഴിഞ്ഞു, നമ്മൾ തഹജ്ജുദ് നമസ്കാരം അല്ല ഖിയാമുൽ ലൈൽ നിർത്തി വെച്ചോ ഇല്ല, അത് എടുക്കുന്നുണ്ടല്ലേ. ദുആകളിൽ അല്പം ഒരു അയവ് വന്നിട്ടുണ്ടല്ലേ, എന്നാലും ദുആ ചെയ്യുന്നുണ്ട്. ദിക്ർ പിന്നെ നമ്മുടെ ശ്വാസം പോലെ നമ്മൾ ഓരോ വർത്തമാനത്തിലും ഇരുത്തത്തിലും. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചോളി. മറ്റുള്ളവർ ഓരോ വിഷയം നമ്മൾ അങ്ങനെ ഫാമിലി സെറ്റപ്പ് ഫാമിലി സംസാരമൊക്കെ ഏറ്റവും അത്യാവശ്യമാണ്. ഒരു ക്വാളിറ്റി ടൈം നമ്മളെ ഫാമിലിയിൽ വേണം, എന്നാലേ തമ്മിലുള്ളൊരു സ്നേഹബന്ധം നമുക്ക് മുറുക്കെ പിടിക്കാനാവും. അപ്പോൾ ആ സമയത്ത് പോലും അവർ സംസാരിക്കുകയും അവർക്ക് കൊടുക്കുന്ന ആ ചാൻസിൽ വെച്ചാൽ ഓരോരുത്തരായിട്ടായിരിക്കുമല്ലോ ഓരോ വിഷയം പറയുക, അവരുടെ അഭിപ്രായങ്ങൾ പറയുക അല്ലേ. അപ്പോഴും നമുക്ക് ഇടയ്ക്ക് വെച്ച് ദിക്റുകൾ ചെല്ലാം. 1 മിനിറ്റ് പോലും ദിക്ർ നിർത്തിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ഒരുപാട് ദിക്ർ എടുക്കുന്നവർക്ക് അള്ളാഹു മരിക്കാൻ നേരത്ത് ദിക്ർ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയുന്ന ഒരു തൗഫീഖ് നൽകുമെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ദിക്ർ നമ്മുടെ നിങ്ങളുടെ നാവുകൾ ദിക്റിനാൽ നനയട്ടെ എന്നാണ് പറഞ്ഞത്. ഫുൾ ടൈം ദിക്റിലായിക്കൊണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ, നോമ്പ് കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ കല്യാണം എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വിളിച്ചാൽ അവർക്ക് എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞ് 2-3 ദിവസത്തേക്ക് ഇനി ഞാനൊന്നും കൊടുക്കൂല എന്ന് നിയത്ത് ചെയ്തു, അതല്ല ഇനിയും കൊടുക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ അലമാരിൽ നിന്ന് ഷെൽഫിൽ നിന്ന് നമ്മൾ എത്ര പൈസ ആണോ എടുക്കുന്നത് അതിനേക്കാൾ ഇരട്ടി അവിടെ ആ പൈസ വന്ന് നിറയാനുള്ളൊരു സംവിധാനം അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. എന്ന് ചോദിച്ചാൽ എങ്ങനെ എന്ന് വെച്ചാൽ നമുക്കറിയില്ല. കുതിരത്തില്ലായി അള്ളാൻ്റെ കുതിരത്തല്ലാണ്ടെന്ന് പറയാം അല്ലേ. നമ്മൾ റമളാനിൽ എത്രമോ അബോളം കൊടുത്തതാണ്, ഇനിയും അതിന് ശേഷം കൊടുക്കാനുള്ള തൗഫീഖും നമുക്ക് നൽകട്ടെ, അതിനുള്ളൊരു മനസ്സും നൽകട്ടെ. എന്നെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയ ഒരായത്താണ് ഇന്നമാ യതഖബ്ബലു അല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്നല്ലാണ്ട് അമലുകളൊന്നും സ്വീകരിക്കുകയില്ല എന്നുള്ളത്. കാരണം നമുക്കറിയാം നാം ഒന്നും മുത്തഖി ആയിട്ടില്ല അല്ലേ, അതിന് മാത്രം തഖ്വയൊന്നും നമുക്കില്ല. എങ്കിൽ നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കൂലേ എന്നുള്ള വിഷയത്തിൽ എനിക്ക് എപ്പോഴും ഭയപ്പാടാണ്. റബ്ബേ റബ്ബനാ തഖബ്ബൽ മിന്നാ, എന്നെ മുത്തഖിയാക്കണേ റബ്ബേ, എൻ്റെ അമലുകൾ സ്വീകരിക്കണേ റബ്ബേ, മോമിനാക്കണേ റബ്ബേ, സത്യവിശ്വാസിയായിക്കൊണ്ട് ശുഹദാവായിക്കൊണ്ട് ഇനി മരിപ്പിക്കണേ റബ്ബേ എന്നുള്ളൊരു ദുആആണല്ലേ. കാരണം മുത്തഖീങ്ങളിൽ ഇന്നമാ എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങളിൽ നിന്ന് മാത്രം എന്നുള്ളൊരർത്ഥം അവിടെ വരുന്നുണ്ട്, ഇന്നമൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു അർത്ഥം വല്ലാണ്ട് എന്നെ സ്വാധീനിച്ച ഒരായത്ത്, അല്ലാണ്ട് എന്നെ ഭയപ്പെടുത്തിയ ഒരായത്ത്. അതുപോലെ നിങ്ങൾ ഇതുപോലത്തെ ആയത്തുകളൊക്കെ കാണുമ്പോൾ ഖുർആൻ മാക്സിമം പരിഭാഷ ഉപയോഗിച്ച് തന്നെ ഓതാൻ ശ്രമിക്കുക. അപ്പോഴൊക്കെ നമ്മൾ ഓരോ ആയത്ത് വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ മനസ്സാന്തരം ഉണ്ടാവാനും അതിൻ്റെ ആ വിഷയങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഓതാനും നമുക്ക് സാധിക്കുന്നതാണ്. അതായത് ഒരു നെയ്ത്തുകാരൻ ഒരു നല്ലൊരു കാർപ്പറ്റോ എന്തോ ഒരു നെയ്ത് കൊണ്ടുവന്നിട്ട് മദീനയിലെ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കാൻ നിന്നപ്പോൾ ഒരാൾ അതിന് വില കുറച്ച് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്തത് ഇവിടെ കറുപ്പ് നൂല് വെക്കേണ്ട സ്ഥലത്ത് ഇതിന് ഗോൾഡൻ കളർ ഇതിന് വേണ്ടിയത്, ഇതിന് ഷെയ്ഡ് ലേശം കുറഞ്ഞു പോയി, ആ ഡിസൈൻ പോരാ ഈ ഡിസൈൻ പോരാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ ഭയങ്കര കരച്ചിൽ പോലെ. അപ്പോൾ ഈ പറഞ്ഞ ആൾ തന്നെ എന്തോ ആയിപ്പോൾ അയാൾ അതിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. വില കുറച്ച് കിട്ടാൻ വേണ്ടി ചിലരൊരു തന്ത്രമാണല്ലോ അതെല്ലാത്തിനും ക്വാളിറ്റി കുറച്ച് വരാം. അങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾ ഭയങ്കര കരച്ചിലോ
പോലെ. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ പോലെ പിന്നെ ഇയാൾ പിന്നെ പറഞ്ഞ പോലെ ഞാൻ എടുത്തോളം, നിങ്ങൾ കരയൊന്നും വേണ്ട. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങളിപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ഈ പ്രൊഡക്റ്റിന് ഈ കുറ്റം പറഞ്ഞ് എനിക്കിതിപ്പോൾ കൊണ്ടുപോയിട്ട് നന്നാക്കി കൊണ്ടുവരാനും വേറെ രീതിയിൽ നെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ അങ്ങനെ എന്നോട് അള്ളാഹു പറഞ്ഞാൽ ഞാൻ എവിടെ പോയിട്ടാ തിരുത്ത്? എനിക്ക് പിന്നൊരു ചാൻസ് ഇല്ലാലോ എന്നൊരാലോചിച്ച് ഞാൻ കരഞ്ഞു പോയതാണല്ലേ. അപ്പം അത്രക്കാണ് സലഫു സ്വാലിഹീങ്ങളുടെ താബികളുടെ വിഷയത്തിൽ അവർക്കൊക്കെ അത്രമാത്രം തക്കുവ ഉണ്ടായിരുന്നു അല്ലേ. നമുക്കുണ്ടോ അതുപോലത്തെ തക്കുവ ഇല്ലെങ്കിൽ അല്ലാണ്ടല്ലേ. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെ ആയിരുന്നാലും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക അല്ലെ. അള്ളാഹു കാണുമെന്ന് വിചാരിച്ചിട്ട്, അള്ളാഹുവിനെ കാണുമെന്ന ഭയത്തോടു കൂടി, റജാ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട്, മഹാഫത്തും അദാബിൽ, അള്ളാഹുവിൻ്റെ അദാബുകളെ, ശിക്ഷയെ പേടിച്ചുകൊണ്ട്, തർക്കുമ ഹറമല്ലാഹി, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ പിന്നെ ഉപേക്ഷിച്ചുകൊണ്ട്, അലാ നൂരിമിനല്ല, അള്ളാഹുവിലേക്ക് അനുസരണയായിക്കൊണ്ടില്ലേ, ഒരു സത്യവിശ്വാസിയായിക്കൊണ്ട് ജീവിക്കുക. ഇനിയിപ്പോൾ ഞാൻ ആ ചോദ്യം ഇതിൽ പോസ്റ്റിലൊരു ചോദ്യം കൂടി ഇട്ടീനല്ലേ, അഥവാ നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലേ. സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ വേണം. നിങ്ങളുടെ ഹൃദയത്തിനോട് തന്നെ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ മറ്റുള്ളവരേക്ക് ചൂണ്ടുന്ന അതേ കൈ നമ്മുടെ ഹൃദയത്തിലേക്ക് ചൂണ്ടി ചോദിക്കുക, എനിക്ക് തക്കവുണ്ടോ, എനിക്ക് ഭയപ്പാടുണ്ടോ, ഹൗഫുണ്ടോ, റജാ ഉണ്ടോ എന്ന് ചോദിക്കുക. അതുണ്ടെങ്കിൽ നിങ്ങളുടെ അമൽ സ്വാലിഹാത്തുകൾ അള്ളാഹു സ്വീകരിച്ചു. മാത്രവുമല്ല തത്ബഹുൽ ഹസന, അതായത് ഒരു റമദാൻ കഴിഞ്ഞു, റമദാനിനെ തുടർന്ന് നമ്മൾ വീണ്ടും അമൽ സ്വാലിഹാത്തുകളിൽ നിമഗ്നരാകുകയാണെങ്കിൽ അത്തരക്കാരുടെ അമലുകളും അള്ളാഹു സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് റമദാനോട് കൂടി ഫുൾ സ്റ്റോപ്പ് ഇട്ട് പള്ളി കാലിയായി, ഇനി നിസ്കാരമില്ല, ഇനി നോമ്പില്ല, ജുമാ വേണമെങ്കിൽ പോകാം എന്നൊരവസ്ഥ ആയി പോകരുത് അല്ലേ. അങ്ങനത്തെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കും. ഇനി അഥവാ സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, എല്ലാ സമയവും, എല്ലാ തഹിയ്യാത്തിലും, എല്ലാണ്ടും തഹജ്ജുദിലും ഒക്കെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, അത് തികഞ്ഞ തഖ്വയോടുകൂടി, ഹൃദയ സാന്നിധ്യത്തോടുകൂടി, ഭയഭക്തിയോടുകൂടി, 2-3 രീതിയിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം അതുപോലെ അങ്ങനെയും പറയാം അല്ലേ. അതല്ലാണ്ട് ഇതിൻ്റെ റബ്ബനാ, എൻ്റെ രക്ഷിതാവേ, തഖബ്ബൽ, നീ സ്വീകരിക്കുക, അവിടെ ഒരു അമർ ഫിഅലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, നീ സ്വീകരിക്കുക റബ്ബേ, മിന്നാ, എന്നിൽ നിന്നും, ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കാണുന്നവരും കേൾക്കുന്നവരുമാണല്ലോ റബ്ബേ, ഈ ഇതങ്ങാ നീ എന്നിൽ നിന്ന് സ്വീകരിച്ചില്ലെങ്കിൽ അതിനെ തത്ബഹ ദുആ, അതിനെ തുടർന്നുകൊണ്ട് നമുക്ക് ഈ ദുആ കൂടെ ചെയ്യില്ല അല്ലേ. റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ, നബി ചൊല്ലിയ ദുആ ആണ്. പഠിച്ചവനെ, നീ എങ്ങാനും എനിക്ക് പുറത്ത് തന്നില്ലെങ്കിൽ, നീ കരുണ കാണിച്ചില്ലെങ്കിൽ, തർഹംനാ ലനകൂനന്ന ഖാസിരീൻ, ഖാസിരീൻ എന്നുള്ള വാക്ക് എന്നെ ഉപയോഗിക്കുമ്പോൾ ബേജാറ. നഷ്ടക്കാരെന്ന് പറയുന്ന, അവിടുത്തെ നഷ്ടക്കാരെന്ന് പറഞ്ഞാൽ നരകക്കാരെന്ന് പറയുന്നതായിരിക്കും നല്ലത് അല്ലേ. സ്വർഗം നഷ്ടപ്പെട്ടാൽ പിന്നെ നരകമല്ല കിട്ടുക. അപ്പോൾ ആ ഒരു ദുആ എപ്പോഴും, ഇപ്പോൾ 6 മാസം വരെ, 6 മാസം പോരല്ല, ഈ ഒരു റമദാൻ മാത്രം പറഞ്ഞാൽ പോരെ, ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ അത് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ റമദാനിലെ അമൽ സ്വാലിഹാത്തുകളും നീ സ്വീകരിക്കണേ എന്നിങ്ങനെ സിൻസിയറായിട്ട്, ആത്മാർത്ഥമായിട്ട്, ഹൃദയത്തെ തട്ടിയും അർത്ഥമറിഞ്ഞുകൊണ്ട്, ഒന്നുമില്ലെങ്കിൽ ഈ 2-3 ദുആകളുടെ അർത്ഥം തന്നെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം, അർത്ഥമറിഞ്ഞുകൊണ്ട് ചെല്ലാൻ ശ്രമിക്കുക അല്ലേ. പിന്നെ ദുആഉ അദാനി ബൈനൽ ഇഖാമത്തി ലാ യുറദ്ദു, അതായത് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള ദുആ അള്ളാഹു തട്ടപ്പെടുകയില്ല എന്ന്. അതായത് നമ്മൾ എപ്പോഴും എടുത്ത് നിസ്കരിക്കാൻ ബാങ്കിൽ നിസ്കാരത്തെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ എല്ലാ ലഫ്ലുകളും അതിൻ്റെ ഇജാബത്തും അതിൻ്റെ ദുആയും ഒക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പേഴ്സണൽ ദുആകളും, അതായത് ഹദീസ്, ഖുർആൻ ഷരീഫുകളുടെ ദുആകളും ഒക്കെ ചെല്ലാം അല്ലേ. അതിനൊക്കെ ഈ ഒരു ദുആക്ക് പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുക്കുക. റബ്ബനാ ലലംനാ അൻഫുസനാ എന്നുള്ള ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആയും, പിന്നെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്നുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആയും ഒക്കെ അല്ലേ. പിന്നെ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അതൊക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വലിയ ആളായിട്ട് ഇപ്പോൾ നിസ്കരിക്കുകയും നോമ്പടിക്കുകയൊക്കെ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് നമുക്ക് അതൊക്കെ ചെയ്യാനൊരു മടിയാണ്. ഇപ്പം എന്താണ്, ഇനിയിപ്പം മതി, ഇപ്പം അത്രക്കല്ലേ കഴിയും എന്നുള്ളൊരു മാനസികാവസ്ഥ തോന്നാനും അള്ളാഹു അങ്ങനെ തോന്നിപ്പിക്കാനും അധിക സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ തഖ്വ നല്ല രീതിയിൽ നിലനിർത്താനും കൂടുതൽ അമൽ സ്വാലിഹാത്തുകൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് സുജൂദിൽ അഖ്റബു മാ യകൂനു
അബദൻ വഹുവ സാജിദുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമ ഏറ്റവും കൂടുതൽ അവനോട് അടുത്തിരിക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് സുജൂദിൽ ധാരാളമായിട്ട് ദുആ, പിന്നെ ദിക്റ് അല്ല ദുആകൾ വർദ്ധിപ്പിക്കുക. ആ ദുആകൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായ ദുആകളായിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ സ്വീകരിച്ചുവോ എന്നറിയാനുള്ള ഒരു പിന്നെ ഒരു ടെൻഡൻസി. കാരണം നമുക്കൊരു സംശയമാണ് സ്വീകരിച്ചോ ഇല്ലയെന്ന്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് പരിശോധിക്കാം. നമുക്ക് ഭയപ്പാടുണ്ടോ, ബേജാറുണ്ടോ, അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ടോ, കരച്ചിൽ വരുന്നുണ്ടോ, സങ്കടം വരുന്നുണ്ടോ, ഇതെങ്ങാൻ സ്വീകരിച്ചില്ലെങ്കിൽ എന്നുള്ള ബേജാറുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ അമലുകൾ സ്വീകരിച്ചിട്ടുണ്ടോ, നമ്മളതിന് ശേഷം എന്തെങ്കിലും സക്കാത്തുകൾ കൊടുക്കുന്നുണ്ടോ, നമ്മൾ അമലിൽ വല്ല കുറവും വരുത്തിയോ എന്നും കൂടെ പരിശോധിക്കാം അല്ലേ. അതിന് ശേഷം ഈ റബ്ബന തഖബ്ബൽ മിന്ന എന്നുള്ള ദുആയും റബ്ബന വലംന അൻഫുസന എന്നുള്ള ദുആയും ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക. എസ്പെഷ്യലി പിന്നെ ബിഫോർ സലാം വെട്ടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ബൈനൽ ബാങ്ക് അസാനി ബലെ കാമത്തി അതിനിടയിലൊക്കെ ധാരാളമായിട്ട് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.